കൊരിന്ത്യർക്കാർക്ക് എഴുതിയ രണ്ടാം ലേഖനം 3-ാം അധ്യായം 18-ാമത്തെ തിരുവചനം. കൊരിന്ത്യർക്കാർക്ക് എഴുതിയ രണ്ടാം ലേഖനം 3-ാം അധ്യായം 18-ാമത്തെ തിരുവചനം. കർത്താവിന്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാത്മാവായ കർത്താവിന്റെ ദാനമാണ്. വലതുകരമുയർത്തി വീശിക്കൊണ്ട് പറയാം, കർത്താവിന്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. ഇരുകരങ്ങളും ഉയർത്തി വീശിക്കൊണ്ട് പറയാം, കർത്താവിന്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ടവരെ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിൻ്റെയും സ്വാതന്ത്ര്യ ദിനത്തിൻ്റെയും എല്ലാവിധ ആശംസകളും ഞങ്ങൾക്ക് എല്ലാവർക്കും നേരുന്നു. നമുക്ക് കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. അപ്പോൾ പരിശുദ്ധ അമ്മ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നതാണ് അമ്മയ്ക്ക് ലഭിച്ച സ്വാതന്ത്ര്യം. നമുക്ക് എപ്പോഴാണ് സ്വാതന്ത്ര്യം കിട്ടുന്നത്? മരിക്കുമ്പോഴോ? അത് ശരിയാണ്, നമ്മൾ മരിക്കുമ്പോൾ വേറെ ചില ആളുകൾക്ക് സ്വാതന്ത്ര്യം കിട്ടും. ഹല്ലേലൂയ. അല്ലേ? വേറെ നമ്മൾ മരിച്ചു കഴിയുമ്പോൾ വേറെ ചില ആളുകൾ പറയും, ഓ രക്ഷപ്പെട്ടു. ഹല്ലേലൂയ. അങ്ങനെ സ്വാതന്ത്ര്യം കിട്ടിയ പല ആളുകളും ഉണ്ട്. ഓക്കെ, അത് പോട്ടെ, അതിനെക്കുറിച്ചല്ല പറയുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് സ്വാതന്ത്ര്യം, അത് മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിനെ കുറിച്ചല്ല, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിനെ കുറിച്ചാണ്. നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഉയർത്തെഴുന്നേറ്റ ഈശോയോട് കൂടെ ആയിരിക്കുമ്പോൾ മരണത്തെ തോൽപ്പിച്ചവനോട്, അതായത് അവസാനത്തെ ശത്രു, നമ്മളെ അടിമപ്പെടുത്തുന്ന, നമ്മെ അടിമകളാക്കുന്ന അവസാനത്തെ ശത്രു മരണമാണ്. ഈ മരണമെന്ന ശത്രുവിനെ കൂടി തോൽപ്പിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ഒരു അൾട്ടിമേറ്റ് ഫ്രീഡം ലഭിക്കുന്നത്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പോൾ ഉയർത്തെഴുന്നേൽപ്പാണ്. ഈശോ മരണത്തെ തോൽപ്പിച്ച് കുഴിമാടത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതാണ് സ്വാതന്ത്ര്യത്തിന്റെ ഒരു പൂർണ്ണ രൂപമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. ദൈവം സ്വതന്ത്രനാണ്. ദൈവത്തിന് സ്വാതന്ത്ര്യമുണ്ട്. എന്തിനുള്ള സ്വാതന്ത്ര്യമുണ്ട്? ദൈവത്തിന് സൃഷ്ടിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, രക്ഷിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ദൈവത്തിന് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ദൈവം സ്വതന്ത്രനാണ്. അങ്ങനെ സ്വതന്ത്രനായ ദൈവം, ശ്രദ്ധിച്ച് കേൾക്കണേ, സ്വതന്ത്രനായ ദൈവം മനുഷ്യനെ തന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ ഗുണമായ സ്വാതന്ത്ര്യം മനുഷ്യനിലും നിക്ഷേപിച്ചു. ഹല്ലേലൂയ.
അപ്പോൾ ദൈവം സ്വതന്ത്രനായിരിക്കുന്നത് പോലെ മനുഷ്യൻ സ്വതന്ത്രനായിരിക്കണം എന്നതാണ് ദൈവത്തിന്റെ ആഗ്രഹം. ചില ആളുകൾ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് മനുഷ്യന് പാപം ചെയ്യാൻ ദൈവം സ്വാതന്ത്ര്യം കൊടുത്തതെന്ന്. ദൈവം മനുഷ്യന് സ്വാതന്ത്ര്യം കൊടുത്തത് കൊണ്ടല്ലേ, പാപം ചെയ്യാൻ സ്വാതന്ത്ര്യം കൊടുത്തത് കൊണ്ടല്ലേ പറുദീസയിൽ അവൻ പാപം ചെയ്തത്. നിനക്ക് അങ്ങോട്ട് പോകാൻ അനുവാദമില്ല, പോകാനായിട്ട് നിനക്ക് അനുവാദവുമില്ല, നിനക്ക് അതിനുള്ള സാധ്യതയുമില്ല, സൗകര്യവുമില്ല എന്ന് പറഞ്ഞ പാപം ഉണ്ടാവുമായിരുന്നോ? പിന്നെ നമ്മൾ ഈ പെടാപ്പാട് വല്ലതും കഴിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ മേൽ കൈവയ്ക്കുന്നവനല്ല. നമ്മുടെ സ്വാതന്ത്ര്യം ദൈവത്തിന്റെ സ്വാതന്ത്ര്യം പോലെ പൂർണ്ണത പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അതൊരു ദൈവശാസ്ത്ര ശാഖയാണ്. ഫ്രീഡം ഓഫ് വിൽ എന്ന് പറയുന്ന വലിയ ഒത്തിരിയേറെ ചർച്ചകളും വലിയ പ്രബന്ധങ്ങളുമൊക്കെ എഴുതപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് മനുഷ്യന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അത് ദൈവത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ റിഫ്ലക്ഷനാണ്, പ്രതിഫലനമാണ്, തുടർച്ചയാണ്. ദൈവത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ തുടർച്ചയാണ് മനുഷ്യന്റെ സ്വാതന്ത്ര്യം. ഹല്ലേലൂയ. അപ്പോൾ എപ്പോഴാണ് ഒരു മനുഷ്യൻ പൂർണ്ണനായി സ്വതന്ത്രനായി തീരുന്നത്? ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകുമ്പോഴല്ല. ഒരു മനുഷ്യൻ പൂർണ്ണമായി ഏത് രാജ്യത്തുള്ള മനുഷ്യനായിക്കൊള്ളട്ടെ, ഏത് ജാതിയിലുള്ള മനുഷ്യനായിക്കൊള്ളട്ടെ, ഏത് വർണ്ണത്തിലോ വർഗത്തിലുള്ള ഒരു മനുഷ്യനായിക്കൊള്ളട്ടെ, അവൻ മനുഷ്യനാണെങ്കിൽ അവന്റെ സ്വാതന്ത്ര്യം പൂർണ്ണത പ്രാപിക്കുന്നത് അവൻ ദൈവത്തിന് അനുരൂപനായി, ദൈവവുമായി ഐക്യപ്പെട്ട് ദൈവത്തിന് അനുരൂപനായി തീരുമ്പോഴാണ് അവൻ അല്ലെങ്കിൽ അവൾ പൂർണ്ണമായ ഐക്യത്തിൽ സ്വതന്ത്രനാകുന്നത്, സ്വതന്ത്രയാകുന്നത്. കൈയടിച്ച് നന്ദി പറയാം. അപ്പോൾ ദൈവവുമായി ഐക്യപ്പെടുന്നത് വരെ, ദൈവവുമായി അനുരൂപപ്പെടുന്നത് വരെ നമ്മൾ സ്വതന്ത്രരായിട്ടില്ല. നമ്മൾ സ്വാതന്ത്ര്യത്തിന്റെ പൂർണ്ണത പ്രാപിച്ചിട്ടില്ല. നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സ്വാതന്ത്ര്യത്തിലേക്കാണ്. ഈശോ പൂർണ്ണമായ സ്വാതന്ത്ര്യം പ്രാപിച്ചതുപോലെ, പരിശുദ്ധ അമ്മ സ്വാതന്ത്ര്യത്തിന്റെ പൂർണ്ണത നേടിയതുപോലെ, നമ്മൾ ഓരോരുത്തരും അതേ വഴിയിൽ സഞ്ചരിച്ച് സ്വതന്ത്രരാകാനുള്ള യാത്രയാണ്. ഈ സ്വാതന്ത്ര്യത്തിന്റെ പരമകോടി എന്ന് പറയുന്നത് നമ്മൾ എന്താണ്? പരമകോടി എന്ന് പറയുന്നത് നമ്മൾ യേശുവിനെ പോലെ ആയിത്തീരുക, യേശുവിനെ അനുരൂപപ്പെടുക. നമ്മുടെ വിഷയം എന്താണ്? രൂപാന്തരീകരണം. അങ്ങനെ യേശുവിനെ പോലെ ആയിത്തീരുമ്പോ നമുക്ക് എന്ത് ലഭിക്കും? മഹത്വം കിട്ടും. വിജയത്തിന്റെ പതാക ഉയർത്താനുള്ള അവകാശം കിട്ടും. അതാണ് പ്രിയപ്പെട്ടവരെ ഈ മഹത്വം എന്ന് പറയുന്നത്. മഹത്വം, വിജയ പതാക ഉയർത്താൻ നമ്മൾ സ്വാതന്ത്ര്യ ദിനത്തിൽ ഉയർത്തുന്നത് ഒരു വിജയ പതാകയാണ്. വിജയ പതാക ഉയർത്തുന്ന എപ്പോഴാണ് നമുക്ക് വിജയ പതാക ഉയർത്താൻ പറ്റുന്നത്? ഒരു ആത്മീയ വ്യക്തി എന്ന് പറയുന്ന നിലയിൽ, ഒരു ആത്മീയ ജീവിതത്തിൽ നീ വിജയ പതാക ഉയർത്താൻ കഴിയുന്നത് എപ്പോഴാണ്? അടിമത്തത്തിലായിരിക്കുന്നിടത്തോളം കാലം നിന്റെ പതാക നിനക്ക് ഉയർത്താൻ കഴിയില്ല. നീ സമരം ചെയ്ത് ജീവിത വിജയം നേടിക്കഴിയുമ്പോ ഉയർത്തുന്ന പതാക വിജയ പതാകയാണ്. അങ്ങനെ വിജയ പതാക ഉയർത്തുന്നവർ എന്തു ചെയ്യും? അവർ നെഞ്ചു വിരിച്ച് തല ഉയർത്തി നിൽക്കും. അതിനെയാണ് ഗ്ലോറിഫിക്കേഷൻ എന്ന് പറയുന്നത്, മഹത്വീകരണം എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ഒരർത്ഥത്തിൽ നിനക്ക് ഇന്ന് നെഞ്ചു വിരിച്ച് തല ഉയർത്തി നിൽക്കാൻ കഴിയുന്നുണ്ടോ? ഞാൻ എൻ്റെ ഈശോയെ പോലെയായി എൻ്റെ മരണത്തിലും എൻ്റെ ജീവനിലും. അല്ലേ, അങ്ങനെ ഒരു പാട്ടില്ലേ? മരണത്തിലും ജീവനിലും ഞാൻ ഈശോയെ പോലെയായി, അതുകൊണ്ട് എനിക്കിതാ മഹത്വം കൈവന്നിരിക്കുന്നു. ഇതാണ് മഹത്വീകരണം. പ്രൈസ് ദി ലോർഡ്.
അങ്ങനെ പരിശുദ്ധ അമ്മ വിജയം വരിച്ച് മഹത്വം പ്രാപിച്ചതിന്റെ ഓർമ്മയാണ്, ആഘോഷമാണ് ഓഗസ്റ്റ് 15 തീയതി തിരുസഭ ആഘോഷിക്കുന്നത്. സ്വർഗാരോപണ തിരുനാൾ എന്ന് പറഞ്ഞ് തിരുസഭ ആഘോഷിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഇത്രയും ആമുഖമായി പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ അമ്മ ത്രേസ്യയുടെ തിരുനാളിന് ഒരുക്കമായിട്ടുള്ള ആഴ്ചകളാണ്. 9 ആഴ്ചകൾ കൂടെ കഴിഞ്ഞാൽ അമ്മ ത്രേസ്യയുടെ തിരുനാളാണ്. 9 വ്യാഴാഴ്ചകൾ കൂടെ കഴിഞ്ഞാൽ തിരുനാളിന്റെ ദിവസങ്ങളാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച അമ്മ ത്രേസ്യയുടെ ജീവിതവും അമ്മ ത്രേസ്യയ്ക്ക് സഭയിലുള്ള പ്രത്യേക സ്ഥാനവും പ്രസക്തിയുമെല്ലാം ധ്യാനിച്ചതാണ്. നമ്മൾ പറഞ്ഞു, സഭയിൽ എത്ര വിശുദ്ധരുണ്ട്? 10,000-ത്തിലധികം വിശുദ്ധരുണ്ട്. അതിലെത്ര തിരുസഭാ പണ്ഡിതരുണ്ട്? 37 തിരുസഭാ പണ്ഡിതരുണ്ട്. അതിലെത്ര സ്ത്രീകളുണ്ട്? 4 സ്ത്രീകളുണ്ട്. 4 സ്ത്രീകളിൽ ആദ്യം വരുന്ന പേര് അമ്മ ത്രേസ്യയുടെ പേരാണ്. അത്രമാത്രം പ്രാധാന്യമാണ് അമ്മ ത്രേസ്യയ്ക്ക് തിരുസഭ നൽകിയിട്ടുള്ളത്. ഇനി നമ്മൾ അപ്പോൾ അതിന്റെ അമ്മ ത്രേസ്യയുടെ ജനനവും ബാല്യവും കൗമാരവും യൗവനവും മധ്യവയസ്സും മരണവുമെല്ലാം നമ്മൾ വളരെ ചെറിയൊരു സമയത്തിനുള്ളിൽ ധ്യാനിച്ച് കടന്നുപോയതാണ്. എന്നിട്ട് നമ്മൾ പറഞ്ഞു, ഇന്ന് മുതൽ നമ്മൾ ആരംഭിക്കുന്നത് അമ്മ ത്രേസ്യ പ്രാർത്ഥനയെ കുറിച്ച് പഠിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ച ഒരു ഇമേജറിയെ കുറിച്ചാണ്. അമ്മ ത്രേസ്യയുടെ ഒരു പുസ്തകം മുഴുവൻ അമ്മ ത്രേസ്യ എഴുതുന്നത് ഉള്ളിന്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിലേക്ക് നമുക്ക് എങ്ങനെ നടന്നെടുക്കാം എന്നാണ്. ആ പുസ്തകത്തിന്റെ പേര് ഇംഗ്ലീഷിൽ ഇന്റീരിയർ കാസിൽ എന്നാണ്, മലയാളത്തിൽ അഭ്യന്തര ഹർമ്മ്യം എന്നാണ്. നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റുന്ന ഒരു ഉദാഹരണം, പ്രിയപ്പെട്ടവരത് പറയുന്നതിന് മുമ്പ് അമ്മ ത്രേസ്യ ആ ഉദാഹരണത്തെ കുറിച്ച് എന്താണ് പറയുന്നതെന്ന് അമ്മ ത്രേസ്യ എഴുതുകയാണ്. ശ്രദ്ധിച്ചു കേട്ടോ. അമ്മ ത്രേസ്യയുടെ വാക്ക്. അമ്മ ത്രേസ്യ ഒരു ഡിയാഗോ എന്ന് പറയുന്ന ഒരു അച്ഛന് ഒരു കത്തെഴുതി. ഈ അഭ്യന്തര ഹർമ്മ്യത്തെ കുറിച്ചുള്ള ഐഡിയ എനിക്ക് എങ്ങനെയാണ് കിട്ടിയത് എന്ന് സൂചിപ്പിക്കുന്ന ഒരു കത്താണത്. അമ്മ ത്രേസ്യ എഴുതുകയാണ്. ശ്രദ്ധിക്കുക. 7 സദനങ്ങളുള്ള ഒരു ഹർമ്മ്യം പോലെ തോന്നിക്കുന്ന അതീവ സുന്ദരമായ ഒരു സ്ഫടിക ഗോളം. നിങ്ങൾ ഒരു സ്ഫടിക ഗോളം ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച്, ഈ വലിയൊരു സ്ഫടിക ഗോളത്തിനുള്ളിൽ വേറൊരു ഗോളം ഉണ്ടെന്ന് വിചാരിക്കുക. അതിന്റെ ഉള്ളിൽ വേറൊരു ഗോളം ഉണ്ടെന്ന് വിചാരിക്കുക. 3ആയി. 4ാമതൊരു ഗോളം, 5ാമതൊരു ഗോളം, 6ാമതൊരു ഗോളം, 7ാമതൊരു ഗോളം. അങ്ങനെ 7 സദനങ്ങളുള്ള ഒരു ഹർമ്മ്യം പോലെ തോന്നിക്കുന്ന അതീവ സുന്ദരമായ, അഴുക്കൊന്നുമില്ലാത്ത, ചെളി പിടിക്കാത്ത, കറയില്ലാത്ത ഒരു സ്ഫടിക ഗോളം. അതിന്റെ ഏറ്റവും അകത്ത് 1 കഴിഞ്ഞ് 2 കഴിഞ്ഞ് ഏറ്റവും ഉള്ളിലുള്ളത്, 7ാമത്തെ ഉള്ളിലുള്ള ഏറ്റവും അകത്തും മധ്യത്തിലുമായുള്ള സദനത്തിൽ മഹത്വത്തിന്റെ രാജാവ് മറ്റ് സദനങ്ങളെയെല്ലാം പ്രകാശിപ്പിക്കുകയും സുന്ദരമാക്കുകയും ചെയ്യുന്ന വിധം പ്രഭ ചൊരിഞ്ഞ് ഇരിക്കുന്നുണ്ടായിരുന്നു. അതായത് ഉള്ളിന്റെ ഉള്ളിൽ പ്രിയപ്പെട്ടവരെ, ഏറ്റവും പുറത്തുള്ള ആ ഔട്ടർ ഷെൽ എന്ന് പറയുന്നത് നമ്മുടെ ഈ ആലയത്തിന്റെ ഒരു ബൗണ്ടറിയാണെന്ന് വിചാരിക്കാം. അതിന്റെ 1ാമത്തെ ഗോളം വലിയ ഗോളമാണെന്ന് വിചാരിച്ചോ. നമ്മുടെ ഈ ആവില പള്ളിയുടെ അത്രയും വലിപ്പമുള്ള ഒരു ഗോളമാണെന്ന് വിചാരിച്ചു. ഇതിന്റെ ആ 4 അതിരുകൾ നിങ്ങളൊന്ന് ഊഹിച്ചേ. അതിന്റെ ഉള്ളിൽ വേറൊരു ഗോളം നമുക്കൊന്ന് ചെറുതാക്കി എടുക്കാം. അപ്പൊ അതിന്റെ ഉള്ളിലുള്ള ചെറിയ ഗോളമാണ് നമ്മുടെ ഈ പള്ളി എന്ന്, നമ്മുടെ ഈ അകത്തുള്ള ഈ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ അകത്ത് ഇത്. അപ്പൊ 2ാമത്തെ അതിന്റെ അകത്ത് എന്താണ്? ഈ അൾത്താര ഒന്ന് നിങ്ങൾ ഈ ഇത്രയും ഭാഗം ഒന്ന് ഈ നമ്മൾ ഈ തേക്കൊക്കെ പാനൽ ചെയ്ത് വെച്ചിരിക്കുന്ന 3ാമത്തെ ഒരു സ്ഥലം ഒന്ന് ധ്യാനിച്ച്, അതിന്റെ ഉള്ളിൽ ഒരു 4ാമത്തെ സ്ഥലം എന്ന് പറയുന്നത് ഈ അൾത്താര മാത്രം ഒന്ന് നിങ്ങൾ ധ്യാനിച്ച്. ഈ അൾത്താരയിൽ
അൾത്താരയിൽ കുറച്ചുകൂടെ അടുത്ത് നമ്മൾ അതിനൊന്ന് ചെറുതാക്കി മനസ്സിൽ ധ്യാനിച്ചാൽ മതി. അപ്പൊ 4, 5, ഈ 6 എന്ന് കഴിഞ്ഞിട്ട് 7ാമത്തെ സ്ഥലമായിട്ട് നമ്മൾ ഈ ദിവ്യകാരുണ്യം വെച്ചിരിക്കുന്ന സ്ഥലമാണെന്ന് വിചാരിക്കുക. നമ്മുടെ എളുപ്പത്തിന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു തരത്തിൽ പറഞ്ഞു എന്നുള്ളൂ. 7ാമത്തെ സ്ഥലം. അപ്പൊ ഇവിടെ നിന്ന് പുറപ്പെടുന്ന ഈ അരുളിക്കയിൽ വെച്ചിരിക്കുന്ന ദിവ്യകാരുണ്യം, മഹത്വത്തിന്റെ രാജാവ്, അവിടെ നിന്ന് ആ പ്രശോഭ, ദിവ്യകാരുണ്യത്തിന്റെ മുഖശോഭ ഈ അൾത്താരയിലേക്ക് പടരുന്നുണ്ട്. ഈ അൾത്താരയിൽ നിന്ന് ഈ ചെറിയ ഈ ചാപ്പലിനുള്ളിൽ മുഴുവൻ നിറയുന്നുണ്ട്. ഇവിടെ നിന്ന് ഇതിന്റെ 4 അതിരുകൾ വരെ നിറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അമ്മ ത്രേസ്യയുടെ വാക്കുകളിലേക്ക് തിരിച്ചു വരാം. ഹർമ്മ്യത്തിന്റെ, മഹത്വത്തിന്റെ രാജാവ് മറ്റ് സദനങ്ങളെയെല്ലാം പ്രകാശിപ്പിക്കുകയും സുന്ദരമാക്കുകയും ചെയ്യും വിധം പ്രഭ ചൊരിഞ്ഞ് ഇരിക്കുന്നുണ്ടായിരുന്നു. ഇനി ഹർമ്മ്യത്തിന്റെ മധ്യത്തോടടുക്കും തോറും, അല്ലേ, നമ്മൾ റോട്ടിൽ ചില ആളുകൾ പറയാറുണ്ട്, ഞങ്ങൾ ആ കാരാപറമ്പ് ജംഗ്ഷൻ തിരിയുമ്പോൾ തുടങ്ങി ചങ്കിലെന്തോ ഇങ്ങനെ ഇടിപ്പ് വർദ്ധിച്ചു വരും, അവിടെ ആ ജംഗ്ഷൻ ഇങ്ങനെ തിരിയുമ്പോൾ തുടങ്ങി വേറൊരു അനുഭൂതിയാന്ന് പറയാറുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പിന്നെ ഈ മുറ്റത്തെത്തുമ്പോ, അവിടെ നിന്ന് ഈ തിരുനടയിലെത്തുമ്പോ, ത്യാഗവീതിയിലെത്തുമ്പോ, അവിടെ നിന്ന് വീണ്ടും ഈ പള്ളിയിലേക്ക് കയറുമ്പോ, വീണ്ടും ഈ അൾത്താരയുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോ, ഹർമ്മ്യത്തിന്റെ മധ്യത്തോടടുക്കും തോറും പ്രകാശം ഏറിയേറി, അതായത് ഈ പ്രകാശം അനുഭവിക്കുന്നത് കൂടുതലായി വരുന്നു. ഹർമ്മ്യത്തിന് വെളിയിൽ ഇനി, അപ്പൊ ഇതാണ് ഹർമ്മ്യത്തിന്റെ അകത്ത്. അടുത്തു വരുംതോറും ഇങ്ങനെ വളരെ ആശ്വാസമാണ്. അടുത്തു വരുംതോറും അവന്റെ പ്രഭ ഉള്ളിലേക്ക് ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി ഹർമ്മ്യത്തിന്റെ വെളിയിൽ പ്രിയപ്പെട്ടവർ, ഈ 4 അതിരുകൾക്ക് അപ്പുറത്ത്, ഇനി നിങ്ങൾ ആവിലയെ കുറിച്ച് ചിന്തിക്കേണ്ട, ഹർമ്മ്യത്തിന്റെ വെളിയിലുള്ളത് മാത്രം ചിന്തിച്ചാൽ മതി. ഹർമ്മ്യത്തിന്റെ വെളിയിൽ എല്ലാം വൃത്തികെട്ടതും ഇരുണ്ടും ചൊറിത്തവളകളും അണലിപ്പാമ്പുകളും മറ്റു വിഷജന്തുക്കളും നിറഞ്ഞും കാണപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അമ്മ ത്രേസ്യ പറയും, ഇവിടെ ഇതിന്റെ പുറത്തായാലും പ്രത്യേകിച്ച് ചെളിയൊന്നുമില്ല, അതുകൊണ്ടാണ് ഇനി അവലെ കുറിച്ച് ചിന്തിക്കേണ്ടെന്ന് പറഞ്ഞത്. ഈ ഹർമ്മ്യത്തിന്റെ വെളിയിൽ അണലിപ്പാമ്പുകളുണ്ട്, ചൊറിത്തവളകളുണ്ട്, വിഷജന്തുക്കളുണ്ട്. എന്താണ് ഈ പുറത്തുള്ള അണലിപ്പാമ്പുകൾ എന്ന് വെച്ചാൽ പറയാം? അതായത് ഈ ഹർമ്മ്യം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവാണ്. ഈ ആത്മാവിന്റെ അടരുകളെ കുറിച്ചാണ് അമ്മ ത്രേസ്യ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉള്ളിലേക്ക് നോക്കും തോറും ഇതാണ് അവസ്ഥ, പക്ഷേ പുറത്തേക്ക് നോക്കും തോറും എന്താണ്? നമ്മുടെ പുറത്തേക്ക് നോക്കും തോറും, ഉള്ളിലേക്ക് നോക്കുമ്പോൾ എല്ലാം ശോഭയാണ്. പുറത്ത് അണലിപ്പാമ്പുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ പാപത്തിലേക്ക് നയിക്കുന്ന പിശാചുക്കളുണ്ടെന്ന്, തിന്മയിലേക്ക് നയിക്കുന്നവരും തിന്മകളുമുണ്ടെന്ന്, മാരകപാപത്തിന്റെയും ലഘുപാപത്തിന്റെയും സാഹചര്യങ്ങളുണ്ടെന്ന്, ലോകത്തിന്റെ ആകർഷണ വലയങ്ങളുണ്ടെന്ന്, മോഹങ്ങളുണ്ടെന്ന്, ദുരാശകളുണ്ടെന്ന്, അഹങ്കാരമുണ്ടെന്ന്, വഞ്ചനയുണ്ടെന്ന്, കലാപങ്ങളുണ്ടെന്ന്, അങ്ങനെ മൊത്തം തല വെടക്കാക്കുന്ന പലതുമുണ്ടെന്ന് പറയുന്നു ഹർമ്മ്യത്തിന്റെ പുറത്ത്. ഇനി അമ്മ ത്രേസ്യ എഴുതുകയാണ്, സപ്തസ്വർഗങ്ങൾക്ക് സമാനമായി. നമ്മൾ കേട്ടിട്ടില്ലേ 7ാം സ്വർഗം എന്ന്? ഇല്ലേ? കേട്ടിട്ടില്ലേ? കണ്ടിട്ടില്ലല്ലോ? വേണ്ട. അപ്പോൾ ഈ സപ്തസ്വർഗങ്ങൾ എന്ന് പറയുന്ന ആ ചിന്തയ്ക്ക് സമാനമായി ഒന്നിനകത്ത് ഒന്നെന്ന മട്ടിൽ പറഞ്ഞില്ലേ, ഈ ആലയത്തിന്റെ ഉള്ളിൽ ദേവാലയം, ദേവാലയത്തിന്റെ ഉള്ളിൽ അൾത്താര, അൾത്താരയുടെ ഉള്ളിൽ അരുളിക്കയുടെ ഉള്ളിൽ ദിവ്യകാരുണ്യം, ഒന്നിന്റെ ഉള്ളിൽ മറ്റൊന്നെന്ന നിലയിൽ 7 സദനങ്ങളുള്ള ഒരു ഹർമ്മ്യമായി ആത്മാവിനെ ചിത്രീകരിക്കാൻ ആ ദർശനം അവളെ സഹായിച്ചു. ഹല്ലേലൂയ,
ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അമ്മ ത്രേസ്യയ്ക്ക് ഈ ചിന്ത വരാനുള്ള മറ്റൊരു കാരണം കൂടെ, ഒരു ജിയോഗ്രഫിക്കൽ റീസൺ കൂടെ അച്ഛൻ പറഞ്ഞു തരാം. ആവില എന്ന് പറയുന്ന പട്ടണം ഇങ്ങനെ വലിയ കോട്ട, ഏറ്റവും പുറത്ത് വലിയ കോട്ട, കുറച്ചുകൂടെ കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് വേറൊരു കോട്ട, അതിൻ്റെ ഉള്ളിൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ വേറൊരു കോട്ട, ഇങ്ങനെ കോട്ടകളാൽ ചുറ്റപ്പെട്ട ഒരു നഗരമായിരുന്നു ആവില. അപ്പോൾ അമ്മ ത്രേസ്യയ്ക്ക് ഈ കോട്ടയ്ക്കുള്ളിലെ കോട്ട, അതിൻ്റെ ഉള്ളിലെ കോട്ട, ഏറ്റവും ഉള്ളിലുള്ള കോട്ടയിൽ രാജാവ് വസിക്കുന്നു എന്ന ചിന്ത അമ്മ ത്രേസ്യയ്ക്ക് സുപരിചിതമാണ്. ആവിലയിലുള്ള ആളുകൾക്കും അത് പരിചയമാണ്. കേട്ടാൽ ഇതൊരു പുതിയ കാര്യമായിട്ട് തോന്നില്ല. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മുടെ ഉള്ളിലുള്ള അവസ്ഥയെന്ന്. അതുപോലെ തന്നെ അമ്മ ത്രേസ്യ കുറെ പുസ്തകങ്ങൾ, ആവശ്യമില്ലാത്ത പുസ്തകങ്ങൾ വായിച്ച് മനസ്സൊക്കെ കുറെ പ്രശ്നങ്ങളൊക്കെ ആക്കിയ കാര്യം കഴിഞ്ഞ ആഴ്ച അച്ഛൻ പറഞ്ഞായിരുന്നു, ഇല്ലേ? അപ്പൊ നോവലുകൾ വായിക്കാൻ തുടങ്ങി, സാഹസങ്ങൾ, വീരകൃത്യങ്ങൾ, ഫിക്ഷൻസ് ഒക്കെ വായിക്കുമ്പോൾ അതിലെങ്ങനെയാണ് ഒരു കാമുകൻ കാമുകിയെ അവർ അടച്ചിട്ടിരിക്കുകയാണ് അകത്ത്, അതിനകത്തേക്ക് ഓടിച്ചെന്ന് ഒരു മതിൽ ചാടി, അടുത്തത് ചാടി, അടുത്തത് ചാടി, അതിൻ്റെ ഇടയിൽ കിടങ്ങുകൾ ഉണ്ടായിരുന്നു, അതൊക്കെ ചാടിക്കടന്ന് യുദ്ധം ചെയ്ത് അവസാനം തൻ്റെ പ്രേമവാചനത്തെ രക്ഷിച്ച് സ്വന്തമാക്കുന്ന വീരസാഹസിക കഥകൾ, നോവലുകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, ഇല്ലേ? ഇല്ലേ? ഉണ്ട്. അമ്മ ത്രേസ്യ ഇതൊക്കെ പുസ്തകം വായിച്ചാലല്ലേ, വാട്സപ്പിലെ മെസ്സേജ് അല്ലാതെ വേറൊന്നും വായിക്കാത്ത ചില ആളുകളുണ്ട് ഇവിടെ. അമ്മ ത്രേസ്യ പുസ്തകങ്ങൾ വായിച്ചത് കൂടെ ഈ അമ്മ ത്രേസ്യയ്ക്ക് ആഭ്യന്തര ഹർമ്മ്യം എഴുതുന്നതിന് സഹായകമായി എന്ന് പറഞ്ഞ് അച്ഛൻ അടുത്ത തലത്തിലേക്ക് പോകട്ടെ. പ്രിയപ്പെട്ടവരെ, അമ്മ ത്രേസ്യയ്ക്ക് 62 വയസ്സുണ്ടായിരുന്നപ്പോഴാണ് ഈ പുസ്തകം എഴുതുന്നത്. 67ാമത്തെ വയസ്സിൽ അമ്മ ത്രേസ്യ മരിച്ചു. ഇനി ഈ ഹർമ്മ്യത്തിന്റെ പുറത്ത് ശ്രദ്ധിക്കുന്നുണ്ടോ? ഉറക്കം വരുന്നുണ്ടോ? നമ്മളാകുന്ന ഹർമ്മ്യത്തിന്റെ പുറത്ത് നമ്മൾ ഇനി മറ്റുള്ളതെല്ലാം നിങ്ങൾ മറന്നോ, ആവില മറന്നോ, കോട്ടകൾ മറന്നോ, നോവല് മറന്നോ, ഇനി ഒറ്റ കാര്യത്തിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുക. നമ്മുടെ ഉള്ള് ഒരു സ്ഫടികഗോളം പോലെയാണെന്ന് കരുതുക. ഇതിന്റെ പുറത്ത്, നമ്മുടെ ശരീരത്തിന്റെ പുറത്ത് എന്താണുള്ളത്? ഉള്ളിന്റെ പുറത്ത് ലോകത്തിലുള്ളത് എന്തൊക്കെയാണ്? പാമ്പുകളും വിഷമുള്ള ജീവികളും. ഒരു മകൻ പറഞ്ഞു, അച്ഛാ, ഞാൻ ആവിലയിലെ വചന ശുശ്രൂഷ കേൾക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ച് ഫോൺ എടുത്ത് തുറന്നു വെച്ചതാണ്. 1 മണിക്കൂർ കഴിഞ്ഞ് ഒരു ടോക്ക് കേട്ട് കഴിഞ്ഞപ്പോൾ ഉള്ളിൽ നിന്ന് ആരോ പറഞ്ഞു, ഇനി ഇത്രയും നേരം വചനം കേട്ടതല്ലേ, നീ ഒന്ന് റിലാക്സ് ചെയ്യ്, കുറച്ചൊന്ന് റിലാക്സ് ചെയ്തിട്ട് അടുത്തത് കേൾക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടത് ഒരു പോർണോഗ്രഫി വീഡിയോയാണ്. പ്രിയപ്പെട്ടവരെ, ഉള്ളിലേക്ക് തിരിഞ്ഞ മനുഷ്യനാണ്. പക്ഷേ ഈ ഉള്ളിന്റെ പുറത്ത് ഉള്ളത് പാമ്പുകളും വിഷമുള്ള ജീവികളുമാണ്. ഇതിനെ പറയുന്നത് അമ്മ ത്രേസ്യ വിളിക്കുന്നത് ലൈഫ് വിത്തൗട്ട് ഗോഡ്, ദൈവമില്ലാത്ത ജീവിതം. പല മനുഷ്യരും പാപത്തിൽ, ദൈവമില്ലാത്ത ജീവിതം, പള്ളിയിൽ പോകാത്ത ജീവിതം, മദ്യപിച്ച് കറങ്ങി നടക്കുന്ന ജീവിതം, ദൈവത്തെ വിളിക്കാത്ത ജീവിതം, കർത്താവെന്ന ചിന്ത, ഒരു ഉടയതമ്പുരാനെ കുറിച്ചുള്ളൊരു ചിന്തയില്ലാത്ത ജീവിതമാണ്, പാപത്തിലുള്ള ജീവിതമാണ്, ലോകത്തിന്റെ വഴികളിലുള്ള ജീവിതമാണ്. പ്രിയപ്പെട്ടവരെ, ഇതിന് പുറത്തുള്ളത്, എന്തിനു പുറത്തുള്ളത്? ഈ ആഭ്യന്തര ഹർമ്മ്യത്തിന് പുറത്തുള്ള ജീവിതം എന്ന് പറയുന്നത്, നമ്മൾ പാമ്പുകളും തേളുകളുമുള്ള വഴിയിലൂടെ നടക്കുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? അത് നമ്മെ കൊത്തും, അല്ലേ? പാമ്പുകളും തേളുകളുമുള്ള വഴികളിലൂടെ സഞ്ചരിക്കുന്നവരെ അത് ആക്രമിക്കും. രാത്രി ആറളം ഫാമിലൂടെ പോവാനായിട്ട് എന്താ പേടി? ഹല്ലേലൂയ, ഇപ്പൊ ക്ലിയറായി. പ്രിയപ്പെട്ടവരെ, അതുപോലെ അപകടമുള്ള സാഹചര്യങ്ങളിലൂടെ നടക്കുന്നവരെ അവിടെയുള്ള അപകടങ്ങൾ ആക്രമിക്കുകയും തളർത്തിക്കളയുകയും ചെയ്യും. അമ്മ ത്രേസ്യ എഴുതുകയാണ്, അവർ പാരലൈസ്ഡ് ആവും. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു, 3 വർഷം അമ്മ ത്രേസ്യ തളർന്നു കിടന്നു.
മദ്രസ അതോർത്തിട്ട് തന്നെ പറയാണ്, അവര് തളർന്നു പോകും. ഇനി എന്താണ് ഈ ഒന്നാമത്തെ സദനത്തിലേക്ക്, ഒന്നാമത്തെ ഉള്ളിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ള വഴി? ഒന്നാമത്തെ സദനത്തിലേക്ക് പ്രവേശിക്കാനുള്ള വഴി പ്രിയപ്പെട്ടവരെ റിപ്പൻഡൻസ് ആണ്. അതായത് ഇതുവരെ ഞാൻ ഇങ്ങനെയൊക്കെ നടന്നു പോയല്ലോ, ഇതുവരെ ഇങ്ങനെയൊക്കെ ഞാൻ കഴിഞ്ഞല്ലോ എന്ന് അനുദപിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നിനക്ക് ഒന്നാമത്തെ സദനത്തിലേക്ക് കയറാൻ സാധിക്കും. ഒന്നാമത്തെ സദനത്തിലേക്ക് കയറുക എന്ന് പറഞ്ഞാൽ, അച്ഛനൊരു ഉദാഹരണം കേട്ടത് ഇങ്ങനെയാണ്. ഒരാൾ ധ്യാനത്തിന് പോകാൻ വേണ്ടി വണ്ടിയിൽ കയറി, അതാണ് ഒന്നാമത്തെ സദനം. അച്ഛനും വണ്ടിയിൽ കയറി, പക്ഷെ പകുതി വഴി വെച്ച് ഒരു ഷാപ്പ് കണ്ടു കഴിഞ്ഞപ്പോ ഇറങ്ങി. ഒന്നാമത്തെ സദനത്തിൽ അല്ലെങ്കിൽ വേണ്ട, ഒന്നാമത്തെ സദനം എന്ന് പറയുന്നത് നമ്മൾ ആവിലയിലേക്ക് വരാൻ വേണ്ടി ആഗ്രഹിച്ചു, ആവിലയിൽ വന്നു. ഇതാണ് ഒന്നാമത്തെ സദനം. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പോൾ ഈ ഒന്നാമത്തെ സദനത്തിൽ നമുക്കുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് അച്ഛൻ പറഞ്ഞു തുടങ്ങുന്നത്. നമ്മൾ ആവിലയിൽ വരാമെന്ന് വിചാരിച്ചു, വന്നു. നമ്മളിപ്പോ ഏത് സദനത്തിലാണ്? ആവില സദനത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ സദനം എന്ന് പറയുന്നത് ആത്മബോധത്തിന്റെ സദനമാണ്. എന്ത് ബോധത്തിന്റെ? ആത്മബോധത്തിന്റെ. കുറച്ചുകൂടി നല്ല മലയാളത്തിൽ പറഞ്ഞാൽ വെളിവിന്റെ. ചില ആളുകളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്, അവനൊരു വെളിവുമില്ല. ഒന്ന് അകത്ത് നോക്കിയിട്ട് മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞ്, അവനെ ഒരു, നിനക്കെന്ന് പറയാതിരുന്നാ മതി, അവൾക്ക് ഒരു വെളിവുമില്ല. എന്താണ് ആ വെളിവ്? എന്തിനെ കുറിച്ചുള്ള വെളിവാണ്? അവനാരാണെന്ന് കേട്ടിട്ടില്ലേ? ഒരു പണ്ടൊരു ഡയലോഗ് ഉണ്ടല്ലോ, നീ ആരാണെന്ന് നിനക്കറിഞ്ഞുകൂടെങ്കിൽ നീ എന്നോട് ചോദിക്ക്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നീ ആരാണ്, ഞാൻ ആരാണെന്ന് ഞാൻ അറിയുന്ന സ്ഥലമാണ് ഈ ഒന്നാമത്തെ സദനം എന്ന് പറയുന്നത്. കൈയടിച്ച് കർത്താവിനെ നന്ദി പറയാം. അപ്പോ നമ്മൾ ആരാണ് എന്ന് ചോദിച്ച, ഞാൻ ആരാണ്, ഞാൻ ആരാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം നിന്റെ പേരെന്താണ് എന്നുള്ളതല്ല, നിന്റെ അപ്പനും അമ്മയും ആരാണെന്നുള്ളതല്ല, നീ ഏത് വീട്ടുകാരനാണ്, നീ ഏത് തറവാട്ടുകാരനാണ് എന്നുള്ളതല്ല, നീ ആരാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം നിന്റെ ജോലി എന്താണ് എന്നുള്ളതല്ല, നീ ആണാണോ പെണ്ണാണോ എന്നുള്ളത് പോലുമല്ല. നീ ആരാണ് എന്ന ചോദ്യത്തിന്റെ ഒരു ഉത്തരം പ്രിയപ്പെട്ടവരെ നമുക്ക് ഭാഗഭാഗങ്ങളായിട്ട് കണ്ടെടുക്കാനുണ്ട്. മറ്റേ ബോധം ഒന്നാം സദനത്തിലൊന്നും വരണമെന്നില്ല. നിന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം. അത് പാവിലാ സദനത്തിൽ വന്നിട്ട് വേണം, ഒന്നാം സദനത്തിൽ വന്നിട്ട് വേണം. നമുക്കറിയാം ജോലി എന്താണെന്നറിയാം, വീട് ഏതാണെന്നറിയാം, നമ്മുടെ നിറം എന്താണെന്നറിയാം, നമുക്ക് പലതും അറിയാം. പക്ഷേ ഈ ആത്മബോധം, സെൽഫ് നോളേജ് എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാകണമെങ്കിൽ ദൈവബോധം വേണം, ദൈവാവബോധം വേണം. ദൈവമാരാണെന്നറിഞ്ഞാലേ ഞാൻ ആരാണെന്നറിയുകയുള്ളൂ. കൈയടിച്ച് കർത്താവിന്. അപ്പോൾ ഈ ഒന്നാം സദനത്തിൽ ഞാൻ ആരാണെന്ന് ഞാൻ അറിയണം. ഞാൻ ആരാണെന്ന് ഞാൻ അറിയണമെങ്കിൽ ദൈവമാരാണെന്നറിയണം. ദൈവമാരാണെന്നറിഞ്ഞിട്ട് ഞാൻ എന്നെ തന്നെ അറിയുമ്പോൾ എന്നിൽ ഒരു പുണ്യം വളരും. ഏതാണ് ആ പുണ്യം? ദൈവമാരാണെന്നറിഞ്ഞിട്ട് ഞാൻ ആരാണെന്നറിയുമ്പോൾ എന്നിൽ വളരുന്നൊരു പുണ്യമുണ്ട്. ആ പുണ്യത്തിന്റെ പേര് എളിമ എന്നാണ്. ആ പുണ്യത്തിന്റെ പേര് വിനയം എന്നാണ്. കാരണം എല്ലാമായ പരിശുദ്ധരിൽ പരിശുദ്ധനായവന്റെ മുമ്പിൽ നിന്നിട്ടാണ് എന്റെ പരിശുദ്ധി എന്താണെന്ന് ഞാൻ പരിശോധിക്കുന്നത്.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അച്ഛനൊരു സാരിയുടെ ഉദാഹരണം പറഞ്ഞാൽ, ഒരിത്തിരി വെളുപ്പൊക്കെയുള്ള ആളുകൾ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള ഒരു ഇത്തിരി വൈറ്റ്നെസ്, വെളുപ്പ് ശരിക്ക് പ്രകടമാകണമെങ്കിൽ എന്തു വേണം? കറുത്തതിട്ട് നിൽക്കണം. അതുകൊണ്ടാണ് ഞങ്ങൾ അച്ഛന്മാരെപ്പോഴും കറുത്തതിട്ട്. ഹല്ലേലൂയ. പറഞ്ഞ ഉദാഹരണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതായത് ഈ വെളുത്തതിനോട് ചേർത്ത് വെക്കുമ്പോഴാണ് നമ്മുടെ കറുപ്പെന്താണെന്നറിയുന്നത്. ഈശോയുടെ പരിശുദ്ധിയോട് ചേർത്ത് വയ്ക്കുമ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാകുന്നത്. നമുക്ക് പരിശുദ്ധി എന്നുള്ളത് ഈ വാക്കറിയാമെന്നതല്ലാതെ വേറൊന്നും അറിഞ്ഞുകൂടാന്ന്. അമ്മത്രേസ്യ പറയുന്നതാണ്, നമ്മൾ ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാകും. നമുക്ക് ചില പുണ്യങ്ങളുടെ പേരറിയാമെന്നതല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് ഒരു മേനിയും പറയാനില്ല എന്നത് അമ്മത്രേസ്യയുടെ ഡയലോഗാണ്. നീതിയുടെ പേരറിയാമെന്നതല്ലാതെ വേറൊന്നുമില്ല. സ്നേഹം ആ പേരറിയാമെന്നതല്ലാതെ വേറൊന്നും അറിഞ്ഞുകൂടാ. എളിമ പേരറിയാമെന്നതല്ലാതെ വേറൊന്നുമില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത്, ദൈവമാരാണെന്നറിയണം, നമ്മളാരാണെന്നറിയണം. അതായത് പ്രാർത്ഥിക്കുന്ന ഞാൻ ആരാണെന്നറിയണം, ആരോടാണ് പ്രാർത്ഥിക്കുന്നതെന്നറിയണം, പ്രാർത്ഥിക്കുന്നത് എന്താണെന്നറിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന, അച്ഛൻ പറഞ്ഞായിരുന്നു നിങ്ങളോട്, നമ്മൾ ഗൗരവമുള്ള വിഷയങ്ങളായിരിക്കും, പക്ഷെ കേൾക്കാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും, ആത്മപരിത്യാഗത്തെ കുറിച്ച് പറഞ്ഞപ്പോഴുണ്ടായ ബുദ്ധിമുട്ടൊന്നും തോന്നില്ല. നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ സെൽഫ് നോളേജ്, നമ്മെ കുറിച്ച് തന്നെയുള്ള നമ്മുടെ അറിവ് നമ്മെ എന്തിലേക്ക് നയിക്കും? എളിമയിലേക്ക് നയിക്കും. ഹല്ലേലൂയ. ഇത്രയും പറഞ്ഞിട്ട് അച്ഛൻ ഈ ഒന്നാം സദനത്തിൽ നമ്മെ കുറിച്ച് തന്നെ നമുക്ക് കിട്ടുന്ന ഒരു സെൽഫ് ഐഡന്റിറ്റി, അതിന്റെ ഒരു ബിബ്ലിക്കൽ തലത്തിലേക്ക് പ്രവേശിക്കുക. പ്രിയപ്പെട്ടവരെ, അച്ഛൻ ഈ പഠന പരമ്പര നമ്മുടെ തിരുനാളിനു മുമ്പ് തീർത്തോളാം എന്ന് നിങ്ങൾക്ക് വാക്കൊന്നും തന്നിട്ടില്ലല്ലോ. ഇല്ല. നമ്മൾ പഠിക്കുന്നത് നല്ലപോലെ പഠിച്ച് മുന്നോട്ട് പോകുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം, അല്ലേ? അല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഈ തിരുനാളിനോ അല്ലെങ്കിൽ അടുത്ത തിരുനാളിന് മുമ്പായിട്ടോ ഈ പഠന പരമ്പര തീരും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ ആരാണ് എന്നതിന്റെ ഒരു കുറച്ച് ചിന്തകൾ. ഒന്ന്, നമുക്ക് ഒരു പാസ്റ്റ് ഐഡന്റിറ്റി ഉണ്ട്. ഇന്നലെ നമ്മൾ ആരായിരുന്നു, ഇന്ന് നമ്മൾ ആരാണ്, നാളെ നമ്മൾ ആരായി തീരും. ഇത് മൂന്നും കൂടെ ചേർത്താണ് ഞാൻ ആരാണ് എന്നതിന്റെ ഐഡന്റിറ്റി നമ്മൾ മനസ്സിലാക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ എന്താണ്? നമുക്കൊരു പാസ്റ്റ് ഐഡന്റിറ്റി ഉണ്ട്, നമുക്കൊരു പ്രസന്റ് ഐഡന്റിറ്റി ഉണ്ട്, നമുക്കൊരു ഫ്യൂച്ചർ ഐഡന്റിറ്റി ഉണ്ട്. അപ്പോൾ എന്താണ് നമ്മുടെ പാസ്റ്റ് ഐഡന്റിറ്റി? നീ ഇന്നലെ ആരായിരുന്നു? അടുത്ത ആളുടെ കൈപിടിച്ച് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ട് ചോദിച്ചേ, ഇന്നലെ വരെ നീ ആരായിരുന്നു? പല ഗുണങ്ങളുണ്ട് അങ്ങനെ കൊടുക്കുന്നതിന്. പിന്നെ ഹല്ലേലൂയ, ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്ത്, ഇന്നലെ വരെ നീ ആരായിരുന്നു ചോദിച്ചേ. അപ്പോൾ എനിക്ക് ക്രിസ്തുവിൽ എന്ത് സംഭവിച്ചു? ഇന്നലെ എനിക്ക് സംഭവിച്ചത്, കൊളോസസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 12-ാമത്തെ തിരുവചനം. പ്രിയപ്പെട്ടവരെ, കൊളോസസ് 2:12 എഴുതി വെക്കുന്നവർ എഴുതി വെച്ചോ. ഇന്നലെ വരെ എനിക്കുണ്ടായ ഐഡന്റിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ, ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുവിൻ, ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല. കൊളോസസ് 2:12 വായിക്കാം.
ജ്ഞാനസ്നാനം വഴി നിങ്ങൾ അവനോടൊപ്പം സംസ്കരിക്കപ്പെട്ടു. മരിച്ചവരിൽ നിന്ന് അവനെ ഉയർപ്പിച്ച ദൈവത്തിന്റെ പ്രവർത്തനത്തിലുള്ള വിശ്വാസം നിമിത്തം നിങ്ങൾ അവനോടുകൂടെ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പോൾ ഇന്നലെ സംഭവിച്ചത്, നിങ്ങൾ അവനോടൊപ്പം സംസ്കരിക്കപ്പെട്ടു, നിങ്ങൾ അവനോടൊപ്പം ഉയർപ്പിക്കപ്പെട്ടു. ഇന്നലെ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ പീഡാസഹന, കുരിശുമരണ, പുനരുദ്ധാന രഹസ്യങ്ങളോടൊപ്പം സംഭവിച്ചതാണ്. നീ ഈശോയോടുകൂടെ മരിച്ചിരിക്കുന്നു, നീ ഈശോയോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 3-4 തിരുവചനങ്ങളിൽ പൗലോസ് ആവർത്തിക്കുകയാണ്, യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവന്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്നറിഞ്ഞുകൂടെ നാം അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടു. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറഞ്ഞേ, നാം അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടു. ഹല്ലേലൂയ. എന്തിനാണ് അവനോടൊപ്പം സംസ്കരിക്കപ്പെട്ടത്? നാം അവനോടൊപ്പം ജീവിക്കുന്നതിന് വേണ്ടിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ഇന്നലെ വരെയുള്ള ഐഡന്റിറ്റി എന്ന് പറയുന്നത്, ഇന്നലെ സംഭവിച്ച ഐഡന്റിറ്റി, പാപത്തിന് മരിച്ചു. നമുക്ക് ഇന്നലെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചേ. നമുക്ക് ഇന്നലെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചേ. ഇന്നലെ ഉരുൾ പൊട്ടിയ കാര്യമല്ല, ഇന്നലെ വെള്ളപ്പൊക്കം ഉണ്ടായ കാര്യമല്ല. ഇന്നലെ എന്താ സംഭവിച്ചത്? പാപത്തിന് മരിച്ചു. എന്റെ ഐഡന്റിറ്റി എന്താണ്? ഇന്നലെ പാപത്തിന് മരിച്ചു. 2 മൂലഭൂതങ്ങൾക്ക് മരിച്ചു. ഇല്ലേ? തകിട്, മന്ത്രവാദം, കൂടോത്രം, തെക്ക്, വടക്ക്, കിഴക്ക്, പടിഞ്ഞാറ്, താഴ്ന്നത്, ഉയർന്നത്, ഇങ്ങനെ പല ഭൂതങ്ങൾക്ക്, പഞ്ചഭൂതങ്ങൾക്ക് മരിച്ചു. എന്നിട്ടും മരിച്ച ചില ആളുകള് വീടിന്റെ അടിയില് പഞ്ചലോഹം വെക്കാൻ വേണ്ടിയിട്ട് വെഞ്ചിരിക്കാൻ കൊണ്ടുവരാണ്. ഈ മൂലഭൂതങ്ങൾക്ക് നീ മരിച്ചു. ഭൂതങ്ങൾക്ക് നീ മരിച്ചത് കൊണ്ട് നീ ഇനി അതിനെ കുറിച്ച് വിഷമിക്കണ്ട. നീ മരിച്ചതിലേക്ക് ഇനി തിരികെ പോകണ്ട. നീ വലിച്ചെറിഞ്ഞതിലേക്ക് തിരിച്ചന്വേഷിക്കാൻ പോകണ്ട. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് പറയുന്ന വചനഭാഗമാണ് കൊളോസോസ് 2:20. ക്രിസ്തുവിനോടൊപ്പം പ്രപഞ്ചത്തിന്റെ മൂലഭൂതങ്ങൾക്ക് നിങ്ങൾ മരിച്ചു കഴിഞ്ഞിരിക്കുന്നതിനാൽ ഇനിയും ലോകത്തിന്റെ മട്ടിലെന്ന പോലെ ജീവിക്കുന്നത് എന്തിന്? സ്പർശിക്കരുത്, രുചിക്കരുത്, തൊടരുത്, ഇങ്ങനെ നിബന്ധനകൾക്ക് വിധേയരാകുന്നത് എന്തിന്? നശിച്ചു പോകുന്നവയെ പറ്റിയുള്ളതാണ് ഈ നിബന്ധനകൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവ വെറും മാനുഷികമായ ഉപദേശങ്ങളും സിദ്ധാന്തങ്ങളുമാണ്. മാനുഷികമായ ഉപദേശങ്ങൾ. രക്ഷ പ്രാപിക്കണോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്കിക്കോ, ആ ആലം കൊണ്ട് വെട്ടിക്കളഞ്ഞാക്ക്. നിങ്ങളുടെ ഫ്രണ്ടിലുള്ള മുറിയുടെ കണക്ക് തെറ്റാണ്, അതൊന്ന് ഇത്തിരി കണക്ക് കൂട്ടിയെടുക്ക്. ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താണ്? മാനുഷികമായ ഉപദേശങ്ങളും സിദ്ധാന്തങ്ങളുമാണ്. ഹല്ലേലൂയ. അടുക്കളയുടെ സ്ഥാനം തെറ്റാണ്, മറ്റേതിന്റെ സ്ഥാനം തെറ്റാണ്. 3 പേര് മരിച്ചില്ലേ, ഇനി 2 പേരും കൂടി മരിക്കും. ഇല്ലേ? വീട്ടിൽ 3 പേര് മരിച്ചു, ഇനിയും ഇവിടെ മരണം നടക്കും. അതിന് മരണം ഒഴിവാക്കാൻ എന്തെങ്കിലും ഇത്തിരി ചെലവ് കൂടുതലാണ്. വഴിയുണ്ട്. എന്താണ് അത് ചെയ്യേണ്ടത്? നിങ്ങൾ ആവില പള്ളിയിൽ പോയി 5 കുർബാന കൊടുക്കുക. അത് ചെയ്താൽ ഒന്നും നടക്കില്ല. അത് കൂടാതെ നിങ്ങൾ ക്രിസ്ത്യാനികളായതുകൊണ്ട് ആദ്യം അത് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ തരത്തിൽ വേറെ പരിപാടിയുണ്ട്. പ്രിയപ്പെട്ടവരെ, മാനുഷികമായ ഉപദേശങ്ങളും സിദ്ധാന്തങ്ങളും അനുസരിച്ചുള്ളവയാണ്. തീവ്രമായ ഭക്തിയും ആത്മനിന്ദയും ആത്മപീഡനവും പ്രോത്സാഹിപ്പിക്കുന്നതിനാൽ വിജ്ഞാനത്തിന്റെ പ്രതീതി ഇവയിൽ അനുഭവപ്പെടും. ഒരു കിണർ അങ്ങോട്ട് മൂടിക്കളയാൻ പറഞ്ഞപ്പോ വിജ്ഞാനത്തിന്റെ അവസാനം കണ്ടുപിടിച്ചു. വിജ്ഞാനത്തിന്റെ പ്രതീതി ഇവയിൽ അനുഭവപ്പെടും. എന്നാൽ ജഡികാഭിലാഷങ്ങളെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ ഇവയ്ക്ക് യാതൊരു മൂല്യവുമില്ല. ഒരു തിന്മയെ നിന്നിൽ നിന്ന് പുറത്താക്കാൻ അവയ്ക്ക് ഒരു മൂല്യവുമില്ല. 4-ാമതായിട്ട്
പാപത്തിന്റെ ക്ഷമ കിട്ടിയവനാണ്. അപ്പോൾ ഇന്നലത്തെ നമ്മുടെ ഐഡന്റിറ്റി എന്താണ്? ഇന്നലെ വരെ നമുക്ക് കിട്ടിയത് നമ്മൾ പാപത്തിന് മരിച്ചു, മൂലഭൂതങ്ങൾക്ക് മരിച്ചു. മൂന്നാമതായി പാപത്തിന്റെ ക്ഷമ കിട്ടി. കൊളോസസ്സുകാർക്ക് എഴുതിയ ലേഖനം 2:13, കൊളോസസ് 2:13, നിങ്ങൾ പാപങ്ങൾ നിമിത്തം മൃതരും ദുർവാസനകളുടെ പരിച്ഛേദനം നിർവഹിക്കാത്തവരുമായിരുന്നു. ദൈവം നിങ്ങളെ അവനോടുകൂടെ ജീവിപ്പിക്കുകയും നമ്മുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്തു. അപ്പോൾ പ്രിയപ്പെട്ടവരെ പറഞ്ഞ്, നമ്മൾ പാപങ്ങൾക്ക് ക്ഷമ കിട്ടിയവരാണ്. വലതുകരം ഉയർത്തി വീശിക്കൊണ്ടെന്ന് പറഞ്ഞ്, ഞാൻ എന്റെ പാപങ്ങൾക്ക് ക്ഷമ കിട്ടിയവനാണ്. എന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് പഴയ പാപങ്ങളുടെ പേര് പറഞ്ഞ് ആരും ഇനി എന്നെ ചൂഷണം ചെയ്യാൻ വരില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയുണ്ട്, ചൂഷണം ചെയ്യുന്ന ആളുകളുണ്ട്. ഒരു ഡോക്ടർ വാട്സപ്പിൽ കോൾ എടുത്തപ്പോ വീഡിയോ കോൾ വന്നു. വീഡിയോ കോൾ എടുത്തു കഴിഞ്ഞപ്പോ പെട്ടെന്ന് ഇദ്ദേഹത്തിന്റെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്തു. അങ്ങനെ പലതൊക്കെ ചെയ്തിട്ട് പിന്നെ ഇയാളോടെ പീഡിപ്പിക്കാൻ തുടങ്ങി. നിങ്ങളുടെ ഫോട്ടോ, നല്ല ഫോട്ടോ ഒന്നുമല്ല, മോശം ഫോട്ടോ ഒക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു വീഡിയോ കോൾ, ആവശ്യമില്ലാത്ത വീഡിയോ കോൾ ചെയ്തതാണ്. അപ്പോൾ ഇനി ഈ വീഡിയോ കോളിന്റെ ഭാഗങ്ങൾ ഞങ്ങൾ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഇനി ഇടാൻ പോവുകയാണ്. ഇടാതിരിക്കണമെങ്കിൽ 20,000 രൂപ തരണം. 20,000 രൂപ തന്നാൽ ഞങ്ങൾ എടുത്തു വെച്ചിട്ടുള്ളതെല്ലാം ഇപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്തോളാം. അല്ലെങ്കിൽ ഞങ്ങൾ ഇത് സോഷ്യൽ മീഡിയയിൽ ഇടും. 20,000 രൂപ കൊടുത്തു. 20,000 രൂപ പോയി, കൊടുത്തു. എന്തെങ്കിലും ആവട്ടെ, നമ്മുടെ ഭാഗത്തൊരു തെറ്റ് പറ്റിയല്ലോ, പോട്ടെ എന്ന് വിചാരിച്ചു. 20,000 രൂപ കിട്ടിക്കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു, 20,000 രൂപ പോരാ, ഒരു 15,000 രൂപ കൂടെ വേണം. 15,000 രൂപയും കൊടുത്തു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അത്യാവശ്യം നല്ലൊരു കാശ് പോയി. എന്നിട്ട് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കണം, ഇനി കൊടുക്കാൻ കാശില്ലാതെ ആയി കഴിഞ്ഞപ്പോ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞു, ഇങ്ങനെയാണ്. ഇനി കൊടുക്കാൻ കാശില്ലാതെ ആയപ്പോ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇവിടെ വന്നിരുന്നു ലൈനിൽ. അച്ഛാ, എനിക്ക് ഫോൺ ഓൺ ചെയ്യാൻ പേടിയാവുന്നു. അച്ഛൻ പറഞ്ഞു, ഓൺ ചെയ്യണ്ട, ഫോൺ ഇങ്ങോട്ട് തന്നാക്കും, ഫോൺ വെക്കാനുള്ള സ്ഥലം ഇവിടെയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നീ നിന്റെ പാപങ്ങൾക്ക് ക്ഷമ കിട്ടിയവനാണ്. പഴയ പാപങ്ങൾ പറഞ്ഞ് നിന്നെ ആരും ഇനി പീഡിപ്പിക്കുകയില്ല. അവിടെ നിൽക്കട്ടെ. നാലാമത്, അത് നിന്റെ പാസ്റ്റ് ഐഡന്റിറ്റി. ഈശോയോടുകൂടെ നീ ഉയർപ്പിക്കപ്പെട്ടവനാണ്. നീ മരിച്ചു എന്ന് മാത്രമല്ല, നീ ഉയർപ്പിക്കപ്പെട്ടവനാണ്. കൊളോസോസ് 2:12, ജ്ഞാനസ്നാനം വഴി നിങ്ങൾ അവനോടൊപ്പം സംസ്കരിക്കപ്പെട്ടു, അവനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. അഞ്ചാമതായി, നിനക്കൊരു പാസ്റ്റ് ഐഡന്റിറ്റി ഉണ്ട്. നിന്റെ പിതാവിന്റെ മൈറ്റി പവറിന് നീ അവകാശിയായി തീർന്നിരിക്കുന്നു. പിതാവായ ദൈവത്തിന്റെ മൈറ്റി പവറിന്, എന്താണ് ആ മൈറ്റി പവർ? ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്ന മൈറ്റി പവറിന് നിനക്ക് ഒരു അവകാശമുണ്ട്. എഫേസുകാർക്ക് എഴുതിയ ലേഖനം 1-ാം 19 മുതലുള്ള തിരുവചനങ്ങൾ, അതുവഴി അവന്റെ പ്രഭാവപൂർണമായ പ്രവർത്തനത്തിനനുസൃതമായി വിശ്വാസികളായ നമ്മിലേക്ക് പ്രവഹിക്കുന്ന അവന്റെ അപരിമേയമായ ശക്തിയുടെ മഹനീയത എത്രമാത്രമെന്ന് വ്യക്തമാക്കട്ടെ. ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ അവിടുത്തെ വലതുവശത്തിരുത്തുകയും ചെയ്തപ്പോൾ അവനിൽ പ്രവർത്തിച്ചത് ഈ ശക്തിയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളിലേക്ക് ഒരു ശക്തി പ്രവഹിക്കുന്നുണ്ട്. വലതുകരം ഉയർത്തി വീശിക്കൊണ്ടെന്ന് പറഞ്ഞ്, എന്നിലേക്ക് അപരിമേയമായ, അളക്കാൻ കഴിയാത്ത ഒരു ശക്തി പ്രവഹിക്കുന്നുണ്ട്. അടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് നോക്കി പറ, യേശു ക്രിസ്തുവിലൂടെ എന്നിലേക്ക് അപരിമേയമായ ഒരു ശക്തി പ്രവഹിക്കുന്നു. ഹല്ലേലൂയ. മുല്ലപ്പെരിയാർ പൊട്ടി വന്നാൽ എന്നതുപോലെയുള്ള
ഒരു ശക്തി. ആരും എഴുന്നേക്കട്ടെ, പൊട്ടിയിട്ടില്ല. ഹല്ലേലൂയ. അപ്പോൾ അതുപോലെയുള്ള ഒരു ശക്തി പ്രവഹിക്കുന്നുണ്ട്. അതിനേക്കാളും വലിയൊരു ശക്തിയാണ് ഏത് ശക്തി? യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ശക്തി. മരണത്തിലേക്ക് നയിച്ച ശക്തിയല്ല. ഉരുൾപൊട്ടലിൽ നമ്മൾ കണ്ടത് നൂറുകണക്കിന് ആളുകൾ മരിച്ച, മരണത്തിലേക്ക് നയിച്ച ഒരു ശക്തിയാണെങ്കിൽ നമ്മൾ അവിടെ കണ്ടില്ല ജീവനിലേക്ക് നയിച്ച, മരിച്ച ഒരാളെ ഉയർപ്പിച്ച ശക്തി ഉണ്ടായിരുന്നു അവിടെ? ഇല്ല. മരണത്തിലേക്ക് നയിക്കുന്നതിന്റെ എത്രയോ മടങ്ങ് വലിയ ശക്തി വേണം പ്രിയപ്പെട്ടവരെ, മരിച്ചതിനെ ജീവനിലേക്ക് ഉയർപ്പിക്കാൻ. ആ ജീവനിലേക്ക് ഉയർപ്പിക്കുന്ന ശക്തിയാണ് മരിച്ച ഈശോയെ, യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച് സ്വർഗത്തിന്റെ വലതുഭാഗത്തിരുത്തിയ ആ ശക്തി എന്നിലേക്ക് ഇന്ന് പ്രവഹിക്കുന്നുണ്ടെന്ന്. അതാണെന്ത്? നമ്മുടെ ഐഡന്റിറ്റി. മനസ്സിലാവുന്നുണ്ടോ? നമ്മളപ്പോ ആരാണ്? ചില്ലറക്കാരല്ല. ഞാൻ ആരാണെന്നാണ് നീ വിചാരിച്ചത്? ഹല്ലേലൂയ. ഞാനൊരു സംഭവമാണ്. പറഞ്ഞേ, നിങ്ങളെന്തിനു പേടിക്കണത്? നിങ്ങൾ ഇന്ന് വീട്ടിൽ ചെന്നിട്ട് ചേച്ചിമാര് ഭർത്താക്കന്മാരോട് പറയാ, ചേട്ടാ എന്തോ ഞാനൊരു സംഭവമാണ്. ചേട്ടന്മാര് ചേച്ചിമാരോട് പറയാ, എടി ഞാനൊരു സംഭവമാണ്. മക്കള് മാതാപിതാക്കളോട് പറയാ, പപ്പ മമ്മി ഞാനൊരു, അത് അവരിപ്പൊ തന്നെ പറയുന്നുണ്ട്, നീ പറഞ്ഞു പറയിപ്പിക്കണ്ട. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളിലേക്ക് ഒരു മൈറ്റി പവർ ഒഴുകി ഇറങ്ങി വരുന്നുണ്ട്. ഇത്രയും ഗൗരവമുള്ള കാര്യം പറയുമ്പോ പറയേണ്ട തമാശകളൊന്നും അല്ല, എങ്കിലും നമുക്ക് മുന്നോട്ട് പോകണ്ടേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആറാമതായി, ക്രിസ്തുവാണ് നിന്റെ പുതിയ ജീവിതത്തിന്റെ ഉറവിടം. ഈ 6 പാസ്റ്റ് ഐഡന്റിറ്റി, ഇന്നലെ വരെയുള്ളത് ഇന്നില്ല എന്നല്ല, അത് ഇന്നലെ സംഭവിച്ചതായതുകൊണ്ടാണ് നമ്മൾ അതിനെ പാസ്റ്റ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ഞാൻ ആരാണെന്ന്, നമ്മൾ ആരാണെന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇന്ന് എന്തുണ്ടെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഇന്നലെ എന്തുണ്ടായി എന്ന് കൂടെ പറഞ്ഞാലേ നമ്മൾ ഇന്നാരാണെന്ന് നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ. അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഓരോ മനുഷ്യനും വർത്തമാനകാല ചരിത്രം മാത്രമാണോ ഉള്ളത്? അവന് ഒരു കഴിഞ്ഞ കാല ചരിത്രമുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ നിന്നിട്ടാണ് ഒരാൾ നമ്മൾ അളക്കുന്നത്. അല്ലേ? ഇന്ന് എന്താണ് എന്നുള്ളത് കൂടെ കണ്ടിട്ടാണ് ഒരാളെ അളക്കുന്നത്. മാത്രമല്ല, ഇവൻ നാളെ ആരായി തീരുമെന്നത് കൂടെ കണ്ടിട്ടാണ് ഒരാളുടെ ഐഡന്റിറ്റി അളക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ നമ്മള് ഒരു കുട്ടി വന്നിട്ട് പറയാണ്, അച്ഛൻ ഞാൻ MBBS പഠിക്കാണ്. ശരി, ഡോക്ടറായോ കൊച്ച്? ഇല്ല. എങ്കിലും നമ്മള് MBBS പഠിക്കുന്ന കുട്ടിയല്ലേ എന്ന് ഒരു പരിഗണന കൊടുക്കില്ലേ? അല്ലെങ്കിൽ അച്ഛനാവാൻ പഠിക്കുന്ന ഒരു ബ്രദർ വന്നിട്ട് പുറത്ത് നിൽക്കാണ്, അപ്പൊ ആരോ വന്ന് അച്ഛൻ സെമിനാരി പഠിക്കുന്ന കുട്ടിയാണ്, അച്ഛനായോ? ആയിട്ടില്ല. എങ്കിലും നമ്മൾ എന്ത് ചെയ്യും? ഒരു പരിഗണന കൊടുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നാളെ ഇവൻ അല്ലെങ്കിൽ ഇവൾ ആരായി തീരുമെന്ന ഒരു ഫ്യൂച്ചർ ഐഡന്റിറ്റി ഉണ്ട്. അതുകൂടെ കണക്കിലെടുത്തിട്ടാണ് ഈ ആത്മബോധം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പെമ്മക്കളോട് നമ്മൾ പറയാറുണ്ടല്ലോ, എടി കല്യാണം കഴിച്ച് വേറെ വീട്ടിൽ പോയി താമസിക്കാനുള്ളതാണ്, മര്യാദക്കൊക്കെ നടക്കും. ഇല്ലേ? ഇല്ലേ? അപ്പൊ നാളെ അവൾ ആരായി തീരണമെന്ന് കൂടെ കണക്കിലെടുത്തിട്ടാണ് അവൾക്ക് ഇന്ന് ട്രെയിനിങ് കൊടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോ നമ്മളുടെ പാസ്റ്റ് ഐഡന്റിറ്റിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി നമ്മുടെ പ്രസന്റ് ഐഡന്റിറ്റി എന്താണ്? ഇന്ന് എന്താണ് അവസ്ഥ? ഇന്ന് ഇപ്പോഴത്തെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് നീ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നവനാണ് എന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
കൊളോസസുകാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 1-ാമത്തെ തിരുവചനം മുതൽ അച്ഛൻ വായിക്കുകയാണ്. കൊളോസസ് 3:1 മുതൽ. ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ, ഇന്നലെ സംഭവിച്ചു, ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുവിൻ. ഇന്ന് നീ ചെയ്യേണ്ടത്, നീ ഇന്നലെ ഉയർപ്പിക്കപ്പെട്ടു, ഇന്ന് നീ ചെയ്യേണ്ടത് ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുവിൻ, ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കുവിൻ. വലതുകരം ഉയർത്തി വീശിക്കൊണ്ടെന്ന് പറഞ്ഞേ, ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കുവിൻ. ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 12-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ച് പറയാണ്, ഇനി എനിക്ക് പഠിക്കണ്ട, എനിക്ക് ട്രേഡിംഗ് നടത്തിയാൽ മതി. എന്ത് ട്രേഡിംഗ്? ഓൺലൈൻ ട്രേഡിംഗ് നടത്തിയാൽ മതി, എനിക്ക് അതിനോടാണ് താല്പര്യം. പഠിക്കണ്ടേ? എനിക്ക് അതിനോട് താല്പര്യമില്ല. ഇവൻ ഒരു ദിവസം, അച്ഛൻ ചോദിച്ചു, മോനെ ഒരു ദിവസം എത്ര മണിക്കൂർ മൊബൈലിൽ കളിക്കുന്നുണ്ട്? 4-5 മണിക്കൂർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പലതിലും ചിന്തിച്ച് അവൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അവൻ മറന്നുപോയിരിക്കുന്നു. പലതും ചെയ്ത് ശരിക്ക് ചെയ്യേണ്ട കാര്യം മറന്നുപോയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ചെയ്യേണ്ട കാര്യം ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കലാണ്. പക്ഷേ ഈ ഭൂമിയിലുള്ളതിനെ അന്വേഷിച്ച് ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കാൻ മറന്നുപോയിരിക്കുന്നു. ഭൂമിയിൽ എന്താ കിട്ടുന്നത്, അവിടെ എന്താ മേടിക്കാൻ കിട്ടുന്നത്, ഇവിടെ എന്താ മേടിക്കാൻ കിട്ടുന്നത്, അതെന്താണ് ഇതെന്താണെന്നൊക്കെ അന്വേഷിച്ച് എങ്ങനെ പരമാവധി ഭക്ഷണം കഴിക്കാം. ഒരുത്തൻ ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുക, എങ്ങനെ പുതിയത് കഴിക്കാം. അപ്പോൾ ഭൂമിയിലുള്ളതിനെ അന്വേഷിച്ച് ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കാൻ മറന്നുപോയിരിക്കുന്നു. നീ ഇന്ന് ചെയ്യേണ്ടത് ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുക എന്നതാണ്. എന്നിട്ട് പറയാണ്, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു. നിന്റെ പ്രസന്റ് ഐഡന്റിറ്റിയാണ് നിങ്ങളുടെ ജീവൻ. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറഞ്ഞ, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു. വാക്ക് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എൻക്രിപ്റ്റഡ് എന്ന് പറയുന്ന വാക്കാണ്. നിന്നെ പൊതിഞ്ഞു പിടിച്ചിരിക്കുകയാണ്, നിന്നെ എംബാം ചെയ്തിരിക്കുകയാണ്. ക്രിസ്തുവിന്റെ ഉള്ളിൽ നിന്നെ ഇങ്ങനെ, ക്രിസ്തുവിനെ കൊണ്ട് നിന്നെ ഇങ്ങനെ എംബാം ചെയ്തിരിക്കുകയാണ്. അപ്പൊ നിന്നെ നോക്കുന്നവരാരെയാണ് കാണുന്നത്? ക്രിസ്തുവിനെയാണ് കാണുന്നത്. നിന്നെ കേൾക്കുന്നവർ ആരെയാണ് കേൾക്കുന്നത്? നിന്റെ അടുത്തു വരുന്നവർ ആരെയാണ് അനുഭവിക്കുന്നത്? പറഞ്ഞ, എന്റെ അടുത്ത് വരുന്നവർ ക്രിസ്തുവിനെ അനുഭവിക്കുന്നു. ധൈര്യം ഉണ്ടെങ്കിൽ അടുത്തിരിക്കുന്നവരുടെ മുഖത്ത് നോക്കി പറ. ചിരിച്ചു കാണിക്കാനല്ല പറഞ്ഞത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവർ ക്രിസ്തുവിനെ കേൾക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വചനം പറയാണ്, നിങ്ങൾ വചനം ഗൗരവമായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ഈ വചനം ഗൗരവമായിട്ട് എടുക്കണം. കൊളോസസ് 3:3, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു. പറഞ്ഞേ, എന്റെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു. ഞാൻ യേശോയുടെ ഉള്ളിലാണെന്ന് വിചാരിക്കേ, വീണ്ടും വിചാരിക്കേ. എന്നിട്ട് അപ്പോൾ സ്വർഗത്തിൽ നിന്ന് പിതാവായ ദൈവം എന്നെ നോക്കുമ്പോൾ ആരെയായിരിക്കും കാണുന്നത്? ഞാൻ ഈശോയുടെ ഉള്ളിലാണ്. എന്നെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നത് ക്രിസ്തുവാണ്. മുകളിൽ നിന്ന് നോക്കുന്ന ആൾ ആരെയായിരിക്കും കാണുന്നത്? നോക്കിയത് എന്നെയാണ്, കണ്ടതാരെയാണ്? ക്രിസ്തുവിനെയാണ്. നോക്കിയത് അച്ഛനെയാണ്, പക്ഷെ കണ്ടതാരെയാണ്?
ഹല്ലേലൂയ. എന്തുകൊണ്ടാണത്? എന്റെ ജീവൻ ക്രിസ്തുവിൽ നിഗൂഢമായിരിക്കുന്നു. ഇതാണ് എന്റെ പ്രസന്റ് ഐഡന്റിറ്റി. കഠിനമാണോ? ആണോ? ആണോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ എഴുതിയിരിക്കുകയാണ്, നിന്നെ നോക്കുന്നവൻ നിന്നെ കാണുന്നില്ല, ക്രിസ്തുവിനെ കാണുന്നു. നിന്നിൽ നിന്നൊഴുകുന്നത് നിന്റെ ശക്തിയല്ല, ക്രിസ്തുവിന്റെ ശക്തിയാണ്. വലതുകരമുയർത്തി വീശിക്കൊണ്ട് പറഞ്ഞു, എന്നിൽ നിന്നൊഴുകുന്നത് എന്റെ ശക്തിയല്ല, ക്രിസ്തുവിന്റെ ശക്തിയാണ്. പ്രിയപ്പെട്ടവരെ, പത്രോസിൽ നിന്നൊഴുകിയത് ആരുടെ ശക്തിയായിരുന്നു? പൗലോസിൽ നിന്നൊഴുകിയത് ആരുടെ ശക്തിയായിരുന്നു? അപ്പോസ്തലന്മാരിൽ നിന്നൊഴുകിയത് ആരുടെ ശക്തിയായിരുന്നു? കാരണം അവർ ക്രിസ്തുവിൽ നിഗൂഢമായി ജീവിച്ചവരാണ്. അവരെ പൊതിഞ്ഞു പിടിച്ചത് ക്രിസ്തുവാണ്. അവരിൽ നിന്നൊഴുകിയത്. പത്രോസ് നടന്നപ്പോ പത്രോസിന്റെ നിഴലിൽ വീണ ആളുകൾ സൗഖ്യപ്പെട്ടു. ഒഴുകിയത് ആരുടെ ശക്തിയാണ്? വിശുദ്ധർ അത്ഭുതം പ്രവർത്തിച്ചപ്പോ ഒഴുകിയത് ആരുടെ ശക്തിയാണ്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ വായിക്കുന്ന ഏതൊരു അത്ഭുതത്തിലും ഒഴുകുന്നത് ആരുടെ ശക്തിയാണ്? ക്രിസ്തുവിന്റെ ശക്തിയാണ്. അപ്പോൾ നമ്മൾ ആരാണ്? നമ്മൾ പേഴ്സോണ ക്രിസ്തി എന്ന് പറയും. ക്രിസ്തുവിന്റെ പേഴ്സോണ ക്രിസ്തി വ്യക്തിയാണ്. ക്രിസ്തുവിന്റെ നാമം വഹിച്ചുകൊണ്ട് ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നവരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രവർത്തിക്കുന്നത് ക്രിസ്തു തന്നെയാണ്. വിശുദ്ധ അഗസ്തീനോസ് ആണ് അതിനെക്കുറിച്ച് വ്യാഖ്യാനിച്ചത്. പ്രിയപ്പെട്ടവരെ, അഗസ്തീനോസിന്റെ കാലഘട്ടത്തിൽ ഒരു പാഷണ്ഡതയുണ്ടായിരുന്നു. എന്താണ് പാഷണ്ഡത? മതപീഡനത്തെ ഭയന്ന് അച്ഛന്മാരും മെത്രാന്മാരടക്കം സഭ വിട്ടുപോയി. കൊല്ലുമെന്ന് പറഞ്ഞ വല്ലവരും ഉണ്ടാവുമോ? ഇത് അച്ഛനാണെന്ന് പറഞ്ഞൊരു കാര്യമുണ്ടായി. ഹല്ലേലൂയ. അപ്പോ കൊല്ലുമെന്ന് പറഞ്ഞപ്പോ വെറുതെ കൊല്ലുമെന്ന് പറയല്ല, കൊല്ലാൻ ഓടിച്ചിട്ട് കഴിഞ്ഞപ്പോ പറഞ്ഞു, ഞങ്ങൾ ആ തരക്കാരില്ല എന്ന് പറഞ്ഞ് അങ്ങനെ കുറെ പേര് ആദിമ സഭയിൽ 4-ാം നൂറ്റാണ്ടിൽ, 2-ാം നൂറ്റാണ്ടിൽ, 3-ാം നൂറ്റാണ്ടിലൊക്കെ ഇത് സംഭവിച്ചിട്ടുണ്ട്. 3-ാം നൂറ്റാണ്ടിൽ സഭ വിട്ടുപോയി. അതിനുശേഷം കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രൈസ്തവ സഭയെ സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിച്ച സമയത്ത് ഈശോയെ വിട്ടുപേക്ഷിച്ചു പോയ അച്ഛന്മാരും ബിഷപ്പുമാരും ഒക്കെ പതുക്കെ പതുക്കെ തലയിൽ മുണ്ടിട്ട് തിരിച്ചു വന്നു. വിട്ടുപേക്ഷിച്ചു പോയത് ശരിയായില്ല എന്ന് എല്ലാവർക്കും അറിയാം. അനുദപിച്ച് തിരിച്ചു വന്നു. അനുദപിച്ച് തിരിച്ചു വന്നപ്പോ ഇവരാരാണ് ശരിക്കും? ഇവര് വൈദികര് തന്നെയാണ്. ഇവര് ബിഷപ്പായിരുന്ന ഒരാളാണ്. അപ്പൊ നാട്ടുകാര് പറഞ്ഞു, കുറച്ച് ആൾക്കാർ പറഞ്ഞു, അവരെ കൊണ്ട് ഇനി ഖുർആൻ എല്ലിപ്പിക്കരുതെന്ന് പറഞ്ഞു. അല്ലേ? നിങ്ങളാണെങ്കിലും പറയൂലേ, അവരെ കൊണ്ട് ഇനി കുർബാന ചെല്ലിപ്പിക്കരുത്. അവർ ചെയ്തത്, അവർ വിശ്വാസം പരിത്യജിച്ച് സഭ വിട്ടു പോയവരാണ്, ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പോയവരാണ്. അതുകൊണ്ട് അവരിനി ദിവ്യബലി അർപ്പിക്കാൻ യോഗ്യത ഇല്ലാത്തവരാണ് എന്ന് പറയുന്നൊരു ഭാഷണ്ഡതയുണ്ടായി. ഇത് ഒരു ക്രൈസിസ് ആയിരുന്നു സഭയിലെ. അപ്പോൾ വിശുദ്ധ അഗസ്തീനോസ് ആണ് ഇപ്രകാരം ഈ പ്രതിസന്ധിയെ, വിശ്വാസ പ്രതിസന്ധിയെ നേരിട്ട് കൊണ്ട് പറഞ്ഞത്, ദിവ്യബലി അർപ്പിക്കുമ്പോൾ ദിവ്യബലി അർപ്പിക്കുന്ന പുരോഹിതന്റെ പുണ്യമല്ല അവിടെ ബലിയർപ്പിക്കുന്നത്. ദിവ്യബലി അർപ്പിക്കുമ്പോ ഈ പുരോഹിതന്റെ പാപമല്ല അവിടെ ബലിയർപ്പിക്കുന്നത്. അവിടെ ബലിയർപ്പിക്കുന്നത് ക്രിസ്തു തന്നെയാണ്. പുരോഹിതൻ ആ അൾത്താരയിൽ ക്രിസ്തുവിന്റെ പ്രതിനിധിയായി നിലകൊള്ളുന്നു എന്നതാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പോൾ ഒരു പാപത്തിന്റെ അവസ്ഥയിലായിരിക്കുമ്പോൾ പോലും ഈ വൈദികൻ അർപ്പിച്ച ബലിക്ക് സാധുതയുണ്ട് എന്ന് അഗസ്തീനോസ് പഠിപ്പിച്ചു.
ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഒരു പാപവും ഇല്ലാത്തൊരച്ഛൻ കുർബാന ചൊല്ലിയാൽ മാത്രമേ അത് കുർബാനയാകൂ എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കുർബാന കിട്ടോ? അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദിവ്യബലി അർപ്പിക്കുന്ന കൂദാശകൾ പരികർമ്മം ചെയ്യുന്ന വൈദികനിൽ നമ്മൾ കാണേണ്ടത് ക്രിസ്തുവിനെ തന്നെയാണ്. കാരണം ഈ അഭിഷിക്തന്റെ ജീവൻ ക്രിസ്തുവിൽ നിഗൂഢമായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിനക്ക് ലഭിക്കുന്ന, നിന്നിൽ നിന്നൊഴുകുന്ന ശക്തി ക്രിസ്തുവിന്റെ ശക്തിയാണെങ്കിൽ നിനക്ക് കിട്ടുന്ന ബഹുമാനം ആർക്കുള്ള ബഹുമാനമാണ്? ക്രിസ്തു. നിങ്ങൾ അച്ഛനോട് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുമ്പോ അച്ഛൻ കരുതരുത് ഇത് അച്ഛനുള്ള ബഹുമാനമാണെന്ന് കരുതരുത്. ഇത് ക്രിസ്തുവിനെ എന്റെ പുറത്ത് എന്നെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന ആ ക്രിസ്തുവിനുള്ള ബഹുമാനമാണ് എനിക്ക് കിട്ടിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ 1-ാം ലേഖനം 3-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു, നാം അങ്ങനെയാണ് താനും. നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു. എന്തെങ്കിലും യോഗ്യത ഉണ്ടായിട്ടാണോ? ആണോ? ആണോ? അല്ല. നമ്മൾ ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു. അതിന്റെ കാരണം ക്രിസ്തു നമ്മെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രസന്റ് ഐഡന്റിറ്റി എന്താണ്? നമ്മൾ ദൈവമക്കളാണ് എന്നതാണ്. കൊളോസസ് 3:3 എന്തെന്നാൽ നിങ്ങൾ മൃതരായിരിക്കുന്നു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു. ഇതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രസന്റ് ഐഡന്റിറ്റി. നമ്മൾ ക്രിസ്തുവിലാണ്, നമ്മൾ ദൈവമക്കളാണ്, ക്രിസ്തുവിനെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നു. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. അതും പറഞ്ഞ അവസാനിപ്പിക്കാം. ഫ്യൂച്ചർ ഐഡന്റിറ്റി. അപ്പോഴാണല്ലോ അതൊരു ഒറ്റ ട്രാക്ക് ഒന്ന് കംപ്ലീറ്റ് ആവണ്ടേ. ക്ഷീണിച്ചോ? വലത് കരങ്ങൾ ഉയർത്തി ഒന്ന് വീശിക്കോണെന്ന് പറഞ്ഞ് ഞാൻ ക്ഷീണിച്ചിട്ടില്ല എന്ന്. ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ, ഈശോയേ, ഈശോയേ. പ്രിയപ്പെട്ടവരെ, നമുക്ക് വരാനിരിക്കുന്ന ഒരു ഐഡന്റിറ്റി ഉണ്ട്. അതിനെയാണ് പറയുന്നത് ഫ്യൂച്ചർ ഐഡന്റിറ്റി എന്ന്. എന്താണത്? വരാനിരിക്കുന്ന ഐഡന്റിറ്റി. അതാണ് കൊളോസസ് 3:4 നമ്മുടെ ജീവനായ ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ അവനോട് കൂടെ നിങ്ങളും മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും. വലതുകരം ഒരു വീശിക്കൊണ്ട് പറയാം, നമ്മുടെ ജീവനായ ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ അവനോടുകൂടെ നിങ്ങളും മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും. ഇതിനെയാണ് ഗ്ലോറിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. രൂപാന്തരപ്പെട്ട നമുക്ക് എന്ത് കിട്ടും? ദൈവമഹത്വം കിട്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് നാളെ എന്ത് സംഭവിക്കും? ഒന്ന് ചോദിച്ചേ, നിനക്കൊക്കെ നാളെ എന്ത് സംഭവിക്കും? നമുക്ക് നാളെ എന്ത് സംഭവിക്കും? നമ്മൾ മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 18-ാമത്തെ തിരുവചനം. റോമ 8:18 നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇപ്പോൾ അനുഭവിക്കുന്ന കഷ്ടതകൾ നിസാരങ്ങളാണ്. എന്താണ് വെളിപ്പെടാനിരിക്കുന്നത്? മഹത്വമാണ് വെളിപ്പെടാനിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു മകനോട് അപ്പം പറഞ്ഞു, മോനെ നീ ഇങ്ങനെ പോയാൽ നാളെ നാട്ടുകാര് നിന്നെ കൈവെക്കുമെന്ന് പറഞ്ഞു. വെളിപ്പെടാനിരിക്കുന്ന മഹത്വം. ഇന്ന് ജീവിക്കുന്നതനുസരിച്ചാണ് നാളെ കിട്ടാനിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
അപ്പോൾ നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് നാളത്തെ നമ്മുടെ ഐഡന്റിറ്റിയാണ്. വെളിപ്പെടാനിരിക്കുന്ന മഹത്വം. നീ സ്നേഹിക്കപ്പെടും. ദൈവം നിന്നെ സ്നേഹിക്കുകയും രൂപാന്തരപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ദൈവം നമ്മെ സ്നേഹിക്കുന്നു. നമ്മുടെ ഫ്യൂച്ചർ ഐഡന്റിറ്റി, നമ്മളുടെ ഇന്നലെ വരെയുള്ള പാസ്റ്റ് ഐഡന്റിറ്റിയും നമ്മുടെ ഇന്നത്തെ ഐഡന്റിറ്റിയും നമുക്ക് ഇനി വരാനിരിക്കുന്ന ഐഡന്റിറ്റിയും കൂടെ കണക്കിലെടുത്ത്, നീ ഇന്നലെ ആരായിരുന്നു, നീ ഇന്നാരാണ്, നീ നാളെ ആരാകും, ഇതെല്ലാം കൂടെ കണക്കിലെടുത്ത് ദൈവം നിന്നെ സ്നേഹിക്കുന്നു. അല്ലേ? നമ്മൾ ഒരാളെ സ്നേഹിക്കുമ്പോ ഇന്നലെ ആരായിരുന്നു എന്നുള്ളത് കണക്കിലെടുക്കും, ഇന്നാരാണ് എന്നുള്ളത് കണക്കിലെടുക്കും, നാളെ ഈ അച്ഛൻ ബിഷപ്പാവാനുള്ളതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതുകൂടെ കണക്കിലെടുക്കും. ഇല്ലേ? അതുകൂടെ കണക്കിലെടുത്തിട്ട് നമ്മൾ സ്നേഹിക്കും. ദൈവം നിന്നെ സ്നേഹിക്കുന്നു. നമ്മുടെ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് അച്ഛൻ റൗണ്ടപ്പ് ചെയ്യാണ്. നമ്മൾ ആരാണെന്ന് നമുക്കറിഞ്ഞുകൂടാ. നമുക്ക് ഇത്രയും കൃപകളുണ്ടെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്നിട്ട് ഒരു മകൾ ഇരുന്ന് കരഞ്ഞുകൊണ്ട് പറയാണ്, അച്ഛാ വിഷമിച്ച്, ഭയങ്കര വിഷമം, ഡിപ്രഷനാണ്. എന്താണ് ഡിപ്രഷൻ? ഞാൻ എന്റെ അമ്മയുടെ അത്രയും ഫെയർ അല്ല, എനിക്ക് എന്റെ അമ്മയുടെ അത്രയും സൗന്ദര്യമില്ലെന്ന്. ഹല്ലേലൂയ. അപ്പൊ അച്ഛൻ ചോദിച്ചു, മോളെ നിന്റെ അമ്മ എത്ര പ്രസവിച്ചു? 3. നീയും അതാ സമയമൊക്കെ ആവുമ്പോ അത്രയും ഫെയർ ആയിക്കോളും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ചേച്ചിക്ക് ഒരു അടി വെച്ചു കൊടുത്തേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോ ഇവളുടെ ഒരു കോംപ്ലക്സ് ആണ്. ഇവളോട് കൂട്ടുകാരികളുണ്ട്, ചില ബോധമില്ലാത്ത കൂട്ടുകാരികൾ. അവര് പറയാണ്, എടി നീ എന്താണ് ഇങ്ങനെ, നിന്റെ അമ്മയുടെ അത്രയും നിറവില്ലല്ലോ നിനക്ക്. എന്നിട്ട് ഇവള് പഠിക്കാനിരിക്കുമ്പോ അതാലോചിച്ചോണ്ടിരിക്കും. നിന്റെ ഐഡന്റിറ്റി നീ നിന്റെ നിറവുമായിട്ട് ബന്ധപ്പെടുത്തി അവിടെ കെട്ടുപിണഞ്ഞ് കിടക്കാണ്. എനിക്ക് വേണ്ടത്ര പൊക്കമില്ല. മോളെ, നിനക്ക് പൊക്കം നിശ്ചയിച്ചത് നീയാണോ? അല്ല, പിന്നെ ആര്? നിന്റെ പൊക്കം നിശ്ചയിച്ചത് ആരാണ്? ദൈവമാണ്. ദൈവത്തിന് തെറ്റുവരുമോ? ഇല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മളെ കുറിച്ച് ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്. അതാണ് എഫേസ്യസ് 2:10 പറയുന്നത്. നമ്മൾ ആരാണ്? നമ്മുടെ കണ്ണ് മെനഞ്ഞതാരാണ്? നമ്മുടെ കയ്യും കാലും രൂപപ്പെടുത്തിയതാരാണ്? നമ്മുടെ നിറം നിശ്ചയിച്ചതാരാണ്? നമ്മൾ പിറന്നു വീഴേണ്ട ഭവനം ഏതാണെന്ന് തെരഞ്ഞെടുത്തത് നമ്മളാണോ? നമ്മൾ ജനിച്ചു വളരേണ്ട നാടേതാണെന്ന് തെരഞ്ഞെടുത്തത് നമ്മളാണോ? അല്ല. നാം ദൈവത്തിന്റെ കരവേലയാണ്. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സത്പ്രവർത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. എന്നെ മെനഞ്ഞെടുത്തത് എന്റെ ഈശോയാണെന്ന്, എന്നെ രൂപപ്പെടുത്തിയ കരങ്ങൾ അവിടുത്തേതാണെന്ന്, എനിക്ക് എന്റെ ജീവിതത്തിന്റെ ആരംഭം കുറിച്ചതും അവസാനം കുറിച്ചിരിക്കുന്നതും എന്റെ ഈശോയാണെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ആരാണ് എന്ന് നോക്കി ദൈവം എന്നെ സ്നേഹിക്കുന്നു. തീർന്നില്ല, ദൈവം എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. വെറുതെ സ്നേഹിക്കുക മാത്രമല്ല, പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഇരുകരങ്ങളും ഉയർത്തി വീശിക്കൊണ്ട് പറഞ്ഞ്, ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവം എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ആരായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു? ലോകസഭയിലെ മെമ്പറായിട്ട് അല്ല, മന്ത്രിസഭയിലെ അംഗമായിട്ട് അല്ല, പിന്നെ എന്താണ്? ദൈവരാജ്യത്തിലെ
വളരെ പ്രധാനപ്പെട്ട, പ്രിയപ്പെട്ടവർ, അത് ലോകസഭയേക്കാൾ വലുതാണ്, ക്യാബിനറ്റിനേക്കാൾ വലിയൊരു സ്ഥാനമാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. ഞാൻ ദൈവരാജ്യത്തിലെ ഒരംഗം എന്ന നിലയിൽ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്രോസ് ശ്ലീഹ എഴുതുകയാണ്, 1 പത്രോസ് 2:9, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശമാണ്, നിങ്ങൾ രാജകീയ പുരോഹിത ഗണമാണ്, വിശുദ്ധ ജനതയാണ്. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട വംശമാണ്, തിരഞ്ഞെടുക്കപ്പെട്ട വംശമാണ്, ഞാൻ രാജകീയ പുരോഹിത ഗണത്തിലെ അംഗമാണ്, രാജകീയ പുരോഹിത ഗണത്തിലെ അംഗമാണ്, ഞാൻ വിശുദ്ധ ജനതയാണ്, ഞാൻ വിശുദ്ധ ജനതയാണ്, ഞാൻ ദൈവത്തിന്റെ സ്വന്തം ജനമാണ്, ഞാൻ ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. പ്രിയപ്പെട്ടവര്, ഞാൻ ദൈവത്തിന്റെ ആളാണെന്ന് പറഞ്ഞേ. ഞാൻ ദൈവത്തിന്റെ ആളാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇല്ലേ, അങ്ങനെ ഒരു ഡയലോഗ് ഇല്ലേ, ഗുലാന്റെ ആളാണെന്ന് പറഞ്ഞു. ഗുലാന്റെ ആളല്ല, മോദിയുടെ ആളല്ല, പിണറായിയുടെ ആളുമല്ല. ഞാൻ ആരുടെ ആളാണ്? ഹല്ലേലൂയ. ഇതാണ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. നീ ദൈവത്തിന്റെ ആളായി നിന്നെ ആരാ തെരഞ്ഞെടുത്തിരിക്കുന്നത്? ദൈവമാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. പക്ഷെ നീ ജീവിക്കുന്നത് ആരുടെ ആളായിട്ടാണ്? അപ്പോൾ ഒന്നാം സദനത്തിൽ നമുക്കുണ്ടാകുന്ന ബോധ്യമാണ്, ഞാൻ സ്നേഹിക്കപ്പെടുന്നു, ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ഞാൻ ഇനി എന്ത് ചെയ്യരുത്? എന്ത് ചെയ്യരുത്? ലോകസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഒരാള് ലോകസഭയിൽ ചെന്നിട്ട് അവിടുത്തെ രീതികൾക്ക് ചേരാത്ത രീതിയിൽ സംസാരിക്കരുത്. അതിനെയാണ് സഭ്യം എന്ന് പറയുന്നത്. സഭ്യമല്ലാത്ത, സഭയിൽ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ പറയരുത്. അൺപാർലിമെന്ററി ആയിട്ട് പെരുമാറരുത് എന്ന് പറയും. അങ്ങനെ ഒരു വാക്കുണ്ട്, അൺപാർലിമെന്ററി എന്ന് പറയുന്ന വാക്ക്. ആ ലോകസഭയ്ക്ക് ചേരാത്ത രീതിയിലുള്ള സംസാരവും പെരുമാറ്റവും ഉണ്ടാവരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവരാജ്യത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട നീയോ, നമുക്ക് എന്തോ ആവാം. അതുകൊണ്ടാണ് പൗലോസ് പറയുകയാണ്, എഫേസ്യസ് 2:19, ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല, വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറഞ്ഞ, ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല, വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവം നിന്നെ സ്നേഹിക്കുന്നു, ദൈവം നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു, ദൈവം നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. വചനം പറയുകയാണ്, ആ കിഴക്ക് പടിഞ്ഞാറെന്ന രീതിയിൽ നിന്റെ പാപങ്ങളെ ദൈവം നിന്നിൽ നിന്ന് അകറ്റിയിരിക്കുന്നു. സങ്കീർത്തനം 103:12 തിരുവചനം. കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള അകലത്തിൽ നമ്മുടെ പാപങ്ങളെ അവിടുന്ന് നമ്മിൽ നിന്ന് അകറ്റിയിരിക്കുന്നു. നാലാമതായി, പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ സ്നേഹിച്ചു, തെരഞ്ഞെടുത്തു, പാപങ്ങളെ അകറ്റി ദൈവം നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ആരാണ് എന്നതിന്റെ ഉത്തരങ്ങളാണ് നമ്മൾ ഈ 1 മണിക്കൂർ നേരം കൊണ്ട് കാണാൻ ശ്രമിച്ചത്. ഞാൻ ആരാണ്? പ്രിയപ്പെട്ടവരെ, ഇത് 1 മണിക്കൂറിൽ പറഞ്ഞു തരുന്നത്, അല്ലെങ്കിൽ അച്ഛൻ ഇത് ഇന്ന് നിർത്തി എന്ന് മാത്രമല്ല, ഇനി ഇതിനെ കുറിച്ച് പറയുന്നില്ല. ഇപ്പൊ നമുക്കൊരു പാസ്റ്റ് ഐഡന്റിറ്റി, പ്രസന്റ് ഐഡന്റിറ്റി, ഫ്യൂച്ചർ ഐഡന്റിറ്റി, ഇത് 3ഉം കൂടി ചേർത്ത് നമ്മൾ ഇതാ സ്നേഹിക്കപ്പെടുന്നു, നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു, പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, നമ്മൾ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ വീണ്ടെടുക്കപ്പെട്ട ഒരാളാണ് എന്ത് ചെയ്യുന്നത്? പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത്, ഈ 1-ാം സദനത്തിൽ എത്തി നിൽക്കുന്നത്. ഇത്രയും ബോധ്യങ്ങൾ
നിങ്ങൾ വിചാരിക്കരുത് ഇത് വലിയ ബോധ്യങ്ങളാണെന്ന്. ഇത് തുടക്കക്കാരായ നമുക്കുണ്ടാകേണ്ട ബോധ്യങ്ങളാണ്. ഇനി മുന്നോട്ട് പോകുമ്പോഴുണ്ടാകുന്ന ബോധ്യങ്ങൾ ഇതിലും ആഴമുള്ളതാണ്. ജാഗ്രത. ഇനി മുന്നോട്ട് പോകുമ്പോ ഇനി നമ്മൾ സഞ്ചരിക്കാൻ പോകുന്ന വഴി എന്ന് പറയുന്നത്, ഇനി നമ്മുടെ കപ്പല് പോകുന്ന കടല് ഇതിൽ കൂടുതൽ ആഴമുള്ള കടലാണ്. അപ്പൊ ഇത് തുടങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത ആഴ്ച നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മൾ നമ്മളെ കുറിച്ചുള്ള വിചിന്തനം അവസാനിപ്പിച്ച് എന്താണ് ദൈവത്തിന്റെ ഐഡന്റിറ്റി. ഒന്നാം സദനത്തിൽ നാം നമ്മളാരാണെന്നും ദൈവമാരാണെന്നും പഠിക്കുകയും അതിന്റെ റിസൾട്ടായിട്ടുള്ള എളിമ എന്ന പുണ്യത്തിലേക്ക് വളരുകയും ചെയ്യും. അമ്മ ത്രേസ്യയുടെ പുസ്തകങ്ങളെ കുറിച്ചുള്ളൊരു കമന്റ് ഇങ്ങനെയാണ്: അമ്മ ത്രേസ്യയുടെ അമ്മ ത്രേസ്യ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളുടെ ഓരോ പേജിലും 2 or 3 എളിമയെ കുറിച്ചുള്ള വിഷയങ്ങളുണ്ടെന്ന്. ഹല്ലേലൂയ. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. എന്താണ് മറ്റുള്ള വിശുദ്ധർ എളിമയെ കുറിച്ച് പല സ്ഥലങ്ങളിൽ, ചില പുസ്തകങ്ങളിൽ പല സ്ഥലങ്ങളിലായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നാണെങ്കിൽ, അമ്മ ത്രേസ്യ എഴുതിയ പുസ്തകങ്ങളുടെ ഓരോ പേജിലും എളിമയെ കുറിച്ചുള്ള സൂചനകളുണ്ട്. എളിമയെ കുറിച്ച് അത്രമാത്രം പ്രതിപാദിപ്പിക്കുന്ന അമ്മ ത്രേസ്യ പറഞ്ഞു, ജീവിതത്തിൽ എളിമ എന്ന് പറയുന്ന പുണ്യമില്ലെങ്കിൽ വേറൊന്നുമില്ല എന്ന് പറയുന്ന ഒരു പുണ്യവതിയെ കുറിച്ചാണ് നമ്മൾ പഠിച്ചു തുടങ്ങിയിട്ടുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾക്ക് അച്ഛൻ പ്രത്യേകമായി നന്ദി പറയുകയാണ്. ഈ ഗൗരവമുള്ള വിഷയം ഇത്രമാത്രം തീഷ്ണതയോടുകൂടെ, ഉണർവോടുകൂടെ ഇത്രയും പേരിയ്ക്കുന്നതിൽ എല്ലാം 1 or 2 പേരൊഴിച്ച് ബാക്കി എല്ലാവരും വളരെ, അത് ആർക്കെങ്കിലും എന്തെങ്കിലും ഡ്രൗസിനെസ് വരുന്നുണ്ടെങ്കിൽ തന്നെ, പ്രിയപ്പെട്ടവർ അച്ഛനറിയാം, പലരും വെളുപ്പിന് 3 മണിക്കൊക്കെ എഴുന്നേറ്റ് 4 മണിക്ക് വീട്ടിൽ നിന്നൊക്കെ യാത്ര ചെയ്ത് ഒത്തിരി കഷ്ടപ്പെട്ട്, പബ്ലിക് ട്രാൻസ്പോർട്ടേഷനിലൊക്കെ ബസ്സില്ലാത്ത, ഇന്ന് ഓഗസ്റ്റ് 15 ബസ്സില്ലാത്തതിന്റെ പ്രശ്നങ്ങളുണ്ട്. എങ്കിലും ഒക്കെ ഒത്തിരിയേറെ സഹനങ്ങളൊക്കെ എടുത്താണ് നിങ്ങൾ ഈ 1ാം സദനത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ പ്രത്യേകമായിട്ടുള്ള സ്നേഹവും പരിഗണനയും കർത്താവ് എപ്പോഴും നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പോൾ അടുത്ത ആഴ്ച നമ്മൾ ഇതിന്റെ തുടർച്ചയായിട്ടുള്ള ദൈവത്തെക്കുറിച്ചും എളിമയെക്കുറിച്ചുള്ള പാഠങ്ങളായിരിക്കും. ഒരുങ്ങി വരിക. പ്രൈസ് ദി ലോർഡ്.